സുഹൃത്തുക്കളെ, കടത്തനാട് വെസ്റ്റിൻ്റെ 2ാം പതിപ്പിൻ്റെ 3ാം ദിവസമായ ഇന്ന് ഈ വേദിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് കേരളം ഗുരുതരമായ നവരോഗങ്ങളുടെ ഷോറൂം ആവുകയാണോ? ഏറെ പ്രധാനപ്പെട്ട ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച അവതരിപ്പിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രഗത്ഭനായ ഡോക്ടർ SS ലാൽ അവർകളാണ്. ആദ്യമായി കടത്തനാട് വെസ്റ്റിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത് ഡോക്ടർ അൽത്താഫ് A അവർകൾ, അദ്ദേഹത്തെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്കൊക്കെ ഏറെ അറിയപ്പെടുന്ന ഡോക്ടർ M മുരളീധരൻ അവർകളാണ്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചർച്ചയിൽ നന്ദി രേഖപ്പെടുത്തുന്നത് ശ്രീ പ്രകാശൻ കുനിയിൽ അവർകളാണ്, അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ വേദിയിൽ ചർച്ചയ്ക്ക് വേണ്ടി ഡോക്ടർ SS അവർകളെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. കടത്താട് ലിറ്റററി ഫെസ്റ്റിവൽ പോലെ ഒരു സമഗ്രമായ ലിറ്റററി ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുകയും അത് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ സംഘാടകരെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. അഡ്വക്കേറ്റ് മൂസയും ഹരീന്ദ്രനും കൽപ്പറ്റ നാരായണ മാഷ അടക്കമുള്ള വലിയ ടീം അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതും അത് ഇത്രയും മികച്ച രീതിയിൽ സാക്ഷാത്കരിക്കുന്നതും അത്ഭുതത്തിൽ കുറഞ്ഞ ഒന്നുമല്ല എന്നുകൂടി പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി അവർക്ക് അഭിനന്ദനങ്ങൾ. കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളാണ് ഇന്ന് ഞങ്ങൾ 3 പേരും ഇവിടെ ഞങ്ങളുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നിർദ്ധാരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന പാദങ്ങളിലും 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകളിലും ജീവിച്ച ഒരു മലയാളി 2 സുപ്രധാനമായ ആരോഗ്യ സന്ദേശങ്ങൾ കേരളീയർക്ക് നൽകിയിരുന്നു. അതിലൊന്ന് ശുചിത്വത്തെക്കുറിച്ചായിരുന്നു. ശുചിത്വം അടുക്കളയിൽ നിന്ന് തുടങ്ങണം എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു വയ്ക്കുകയുണ്ടായി. ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനശീലതയെക്കുറിച്ചുള്ള അഗാധമായ ബോധം കൊണ്ടും ഭക്ഷണം എങ്ങനെയായിരിക്കണം മലയാളി കഴിക്കേണ്ടതെന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം കൊണ്ടുമാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചത് എന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് ഒരു പാനീയത്തെക്കുറിച്ചായിരുന്നു. അതിൻ്റെ നിർമ്മാണവും ഉപഭോഗവും വിൽപ്പനയും അദ്ദേഹം കർശനമായി വിലക്കുകയുണ്ടായി. പരക്ലേശ വിവേകത്തെക്കുറിച്ചും അപരൻ്റെ ആധികളെക്കുറിച്ചുമൊക്കെ ഏറ്റവും ആഴത്തിൽ ആലോചിക്കുകയും വേദനിക്കുകയും പരിഹാരം കാണാൻ ഏറ്റവും ദൈക്ഷണികമായ രീതിയിൽ ചിന്തിക്കുകയും ചെയ്ത ആ നവോത്ഥാന നായകൻ മദ്യത്തെക്കുറിച്ചായിരുന്നു അങ്ങനെ പറഞ്ഞത്. അത് കരളിനെ ഏൽപ്പിക്കുന്ന, തലച്ചോറിനെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയായിരുന്നു അതിൻ്റെ പിന്നിൽ. നാരായണ ഗുരുവായിരുന്നു ആ നവോത്ഥാന നായകൻ. ഇതായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ ആരോഗ്യ പശ്ചാത്തലം എന്ന് ഊന്നി പറയാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കേരളം ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ ആരോഗ്യരംഗത്ത് വളരെ കൃത്യമായ നേട്ടങ്ങൾ നേടിയ ഒരു ചെറിയ നാടായിരുന്നു. നമ്മുടെ ഭരണകൂടവും നവോത്ഥാന നായകരും ഭടജനങ്ങളും ഒക്കെ ചേർന്ന് വളരെ ആത്മാർത്ഥമായി വളരെ കൃത്യമായ ആരോഗ്യ കാഴ്ചപ്പാടോടുകൂടി മുറുകെ പിടിച്ച് നടപ്പാക്കിയതായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കേരളം തിരുകൊച്ചി ഭരിച്ചിരുന്ന റാണി ലക്ഷ്മിബായി ആയിരുന്നു. 1796 ലോകത്തെ ഇന്നും ലോകത്തെ അമ്പരപ്പിക്കുന്ന, ലോകത്തിൻ്റെ ജീവനാഡിയായി ഇന്നും നിലനിൽക്കുന്ന വാക്സിനേഷൻ എഡ്വേർഡ് ജെന്നർ കണ്ടുപിടിക്കുന്നത് 1796. അത് കഴിഞ്ഞ 6 വർഷങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ അവർ റാണി ലക്ഷ്മിബായി നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. 1882 നടപ്പിൽ വരുത്തുകയുണ്ടായി. അത് മാത്രമല്ല 12 അച്ചുകുത്തായി തന്ന് അതിൻ്റെ പേര്, വാക്സിനേഷൻ നമ്മൾ പറഞ്ഞിരുന്ന പേര് അച്ചുകുത്തുന്നായിരുന്നു. ആ 12 അച്ചുകുത്ത് പിള്ളമാരെ നിയോഗിക്കുകയും അവരുടെ നാട് മുഴുവനായിട്ട് വാക്സിനേഷൻ നടത്താൻ വേണ്ടി അവർ പ്രയത്നിക്കുകയും വിജയിക്കുകയും ചെയ്തു. അതുമാത്രമല്ല 1813
ഈ വാക്സിനേഷനെതിരെയുള്ള പ്രചരണത്തിൻ്റെ ആദ്യത്തെ ഇരയാവാൻ, അതായത് ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ അഗൻസ്റ്റ് വാക്സിനേഷൻ്റെ ആദ്യത്തെ ഇരയാവാൻ ധീരമായി വിസമ്മതിച്ച അവർ സ്വയം കുത്തിവയ്പ്പെടുത്തുകൊണ്ട് യാഥാസ്ഥികരെ ഞെട്ടിക്കുക കൂടി ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് അവരുടെ അനിയത്തി പാർവതിബായി അധികാരമേൽക്കുന്നത്. കണ്ണാശുപത്രി, മാനസിക രോഗാശുപത്രി, കുഷ്ഠരോഗാശുപത്രി തുടങ്ങി ഇന്ത്യയിൽ ആദ്യമായി വ്യാജന്മാർക്കെതിരെയുള്ള വിജിലൻസ് സെറ്റപ്പ് കൂടി അവർ രാജ്യത്ത് നടപ്പിലാക്കിയെന്ന് ഇന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അത് അത്ഭുതം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ഇതായിരുന്നു കേരളത്തിൻ്റെ പൊതുവായ ആരോഗ്യ പശ്ചാത്തലം നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ്. ഈ അടിസ്ഥാന ശിലയിൽ നിന്നാണ് കേരളത്തിൻ്റെ ആരോഗ്യം നമ്മുടെ നവോത്ഥാന നായകരും പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും കൂടി കെട്ടിപ്പടുത്തത് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു അടിസ്ഥാന ശിലയിൽ നിന്ന് മുന്നോട്ട് പോയപ്പോൾ കേരളത്തിന് കൈത്താങ്ങായത് കേരളത്തിൻ്റെ പൊതുവായ സാംസ്കാരിക പാരമ്പര്യവും സ്ത്രീ വിദ്യാഭ്യാസവും പുരോഗമനമായ കാഴ്ചപ്പാടുള്ള ജനങ്ങളുമായിരുന്നു. ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളം ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങൾ ഏറ്റവും തുച്ഛമായ ചെലവിൽ നേടിയെടുക്കുകയും സാമൂഹ്യനീതി മുറുകി പിടിച്ചുകൊണ്ട് അവ നടപ്പിലാക്കുകയും ചെയ്തു എന്നിടത്താണ് കേരളത്തിൻ്റെ ആരോഗ്യ മോഡൽ ലോക ശ്രദ്ധ ആകർഷിക്കുന്നത്. പക്ഷേ ഈ ഒരു കുതിപ്പ് 1980 ശേഷം വളരെ സങ്കടകരമായി ഖേദകരമായി നിലയ്ക്കുകയുണ്ടായത്. അത് പിന്നോട്ടടിക്കുകയാണ് കേരളം ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങൾ ധാരാളം. അതാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നത്. 1980 മുതൽ കേരളം ആരോഗ്യരംഗത്ത് കൃത്യമായ രീതിയിൽ പിന്നോട്ടടിച്ചുകൊണ്ടിരുന്നു. അതിന് ധാരാളം കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എന്തുകൊണ്ടാണ് നമ്മൾ കേരളത്തിൽ അതെങ്ങനെ സംഭവിച്ചത്, ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ആദ്യമായി നമ്മളെ പൊതു പശ്ചാത്തലത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഡോക്ടർ എസ് ലാലിനോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. പറഞ്ഞ് കേൾക്കാമല്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു എക്കോ ഉണ്ട്, കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഇങ്ങനൊരു ദിവസം ഇത്രയും പേര് ആരോഗ്യ വിഷയങ്ങളെപ്പറ്റി രോഗങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യാൻ എത്തുന്നു കാണുന്നതിന് വലിയ സന്തോഷമാണ്. മാത്രമല്ല ഒരുപാട് മാധ്യമങ്ങളിലൂടെയൊക്കെ ആരോഗ്യ വിഷയങ്ങൾ ലഭ്യവുമാണ്. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ കിട്ടാത്ത വിവരങ്ങളുമില്ല. അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പശ്ചാത്തലം ഡോക്ടർ മുരളി പറഞ്ഞതിന് സമാനമായിട്ടുള്ള കുറച്ച് പശ്ചാത്തലം കൂടെ വിവരിക്കാനുണ്ട്. ഇപ്പോൾ ഈ കേരളത്തിൽ രോഗങ്ങൾ വളരെ കൂടുതലാണ് എന്ന് പറയുകയും എന്നാൽ കേരളമാണ് നമ്പർ 1 എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രണ്ട് തരം ചർച്ചകൾ എപ്പോഴും വരാറുണ്ട്. ഭരിക്കുന്നവർക്ക് എപ്പോഴും കേരളം നമ്പർ 1ഉം പൊതുജനാരോഗ്യം പറയുന്നവർക്കല്ലെങ്കിൽ വിഷയങ്ങളെ വളരെ ഒബ്ജക്റ്റീവായിട്ട് കാണുന്നൊരു ആര് ഭരിക്കുന്നുള്ള പ്രശ്നമല്ല. ഭരിക്കുന്നവർക്ക് എപ്പോഴും കേരളം നമ്പർ 1 എന്ന് പറയണം. പക്ഷേ വിഷയങ്ങളെ കൃത്യമായി സമീപിക്കുന്നവർക്ക് അങ്ങനല്ല, എല്ലാത്തിലും നമ്പർ 1 അല്ല എന്ന് പറയേണ്ട ആവശ്യം വരും. ഇതൊരു വലിയൊരു കോൺഫ്ലിക്റ്റാണ്. ഞാനൊക്കെ ഒരുപാട് അനുഭവിക്കുന്നതാണ്. ഈ രാഷ്ട്രീയ പശ്ചാത്തലം കൂടെ ഉള്ളതുകൊണ്ട് എപ്പോഴും നമ്മൾ കേരള നമ്പർ 1 എന്ന് പറഞ്ഞില്ലെങ്കിൽ കേരള ദ്രോഹി, കേരളത്തിനെതിരെ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു കോൺഫ്ലിക്റ്റ് ആദ്യമേ അറിഞ്ഞിട്ട് വേണം സംസാരിക്കാനുള്ളത്. കേരളം ആരോഗ്യരംഗത്ത് ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ എനിക്ക് സമാനമായിട്ടുള്ള രാജ്യങ്ങളിലും ജോലി ചെയ്തിട്ടുള്ളതാണ്, സ്ഥലങ്ങളിലുമൊക്കെ. അപ്പോൾ കേരളം ആരോഗ്യരംഗത്ത് മെച്ചമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ, പല രാജ്യങ്ങളുമായിട്ട് നോക്കുമ്പോൾ കേരളം വ്യത്യാസമാണ്. കേരളം പോലുള്ള ചില പ്രദേശങ്ങൾ ലോക മാപ്പിൽ തന്നെ ആരോഗ്യരംഗത്തെ കാര്യത്തിൽ ഇടം നേടിയിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം പറയുമ്പോൾ ഉടനെ പറയാതെ ഞങ്ങളുടെ സർക്കാർ അല്ലെങ്കിൽ മറ്റേ സർക്കാർ, അവിടെയാണ് പ്രശ്നം പറ്റിപ്പോകുന്നത്. തമിഴ്നാടും കേരളവും തമ്മിൽ ആരോഗ്യരംഗത്ത് ഒരുപാട് വ്യത്യാസങ്ങൾ കാരണം ഇവിടെ വെള്ളം കിട്ടുന്നുണ്ടാകും. 44 നദിയിൽ 41 കേരളത്തിലോട്ടും കേരളത്തിൽ 3 അങ്ങോട്ടുമാണ് ഒഴുകുന്നത്. ഈ 41 അല്ല 40 നദികൾ കേരളത്തിലേക്ക് ഒഴുകുന്നതും ശുദ്ധജലം കൊണ്ടുവരുന്ന ഒരു സർക്കാരിൻ്റെ സംഭാവനയല്ല, ഒരു രാജകുടുംബത്തിൻ്റെ സംഭാവനയല്ല. അപ്പോൾ നമുക്ക് പ്രകൃതിയാ കിട്ടിയ കാര്യങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. പിന്നെ അതിനുശേഷം ഈ വാക്സിനേഷൻ ഉൾപ്പെടെ നമ്മുടെ പണ്ട് ഭരിച്ചവരുന്നതും പിന്നീട് ഭരിച്ചതും എല്ലാ സർക്കാരുകൾക്കും ഇതിനകത്ത് ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു മന്ത്രിയോട് ചോദിക്കേണ്ടി വന്നു, നമ്മൾ ഇവിടെ കേരളം മന്ത്രിസഭ ഉള്ളതുകൊണ്ടാണ്, പാർട്ടി പ്രശ്നമല്ല, കേരളം മന്ത്രിസഭ ഉള്ളതുകൊണ്ടാണ് നന്നായെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഇതേ മന്ത്രിമാരെല്ലാം കൂടെ കൊണ്ട് ബീഹാറിൽ വെച്ചാൽ ബീഹാർ ശരിയാവും? ഇല്ലല്ലോ. അപ്പോൾ ബീഹാറിന് തനതായി കിട്ടിയ ചില പ്രശ്നങ്ങൾ അവർക്ക് നമ്മളെക്കാൾ കൂടുതലുണ്ട്, നമുക്ക് കുറേ ആനുകൂല്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോയ കാര്യമില്ല. പക്ഷേ രാജഭരണമായാലും ജനാധിപത്യ ഗവൺമെൻറ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അച്യുതമേനോൻ മന്ത്രിസഭയാണ് എൻ്റെ അറിവിൽ ഈ 500 പ്രൈമറി ഹെൽത്ത് സെൻ്റർ ഒറ്റയടിക്ക് തുടങ്ങി ഒരു മന്ത്രിസഭ. 500 പ്രാഥമിക ആരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ 500 ഏതാണ്ട് പഞ്ചായത്തുകളിലെ ഡോക്ടർമാർ, നഴ്സുമാർ, എല്ലാ സംവിധാനങ്ങളും വരികയാണ്. അപ്പോൾ
ആ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻസും ഉണ്ട്. ആൻറ്റിബയോട്ടിക് മരുന്ന് കണ്ടുപിടിച്ചിട്ട് ആദ്യത്തെ കണ്ടുപിടിച്ച് 96 വർഷമായിട്ടുള്ളൂ, 100 വർഷം ആയിട്ടില്ല. ഒരുപാട് മില്യൺ ആൾക്കാരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആൻറ്റിബയോട്ടിക്. പക്ഷേ അതിനു മുമ്പ് ആൾക്കാർ ജീവിച്ചിരുന്നു. ക്ഷയരോഗം ഏറ്റവും വലിയ രോഗമാണ്. ക്ഷയരോഗം വന്നാണ് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രിയുടെ ഭാര്യ കമലാ നെഹ്റു പോലും മരിച്ചുപോയി. 1936 36 വയസ്സ് മരിച്ചുപോയി. പക്ഷെ അവർ മരിക്കുമ്പോൾ അക്കാലത്തും 10-15% പേർക്ക് സെൽഫ് കെയർ ഉണ്ട്. ക്ഷയരോഗം വന്ന് എല്ലാവരും മരിച്ചെങ്കിൽ നമ്മളാരും കാണൂലായിരുന്നു ബാക്കി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യ ചർച്ച വരുമ്പോഴും അത് ഓർക്കേണ്ട കാര്യമുണ്ട്. അതൊന്ന്. മറുവശത്ത് രോഗങ്ങൾ കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങളുടെ പ്രശ്നമുണ്ട്. രോഗങ്ങൾ കൂടുതലാണെന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അത് പലതരത്തിലാണ്. ഇപ്പോൾ സാംക്രമിക രോഗങ്ങൾ കൂടാനുള്ള കാരണങ്ങളുണ്ട്. മാത്രമല്ല ഇനി സാംക്രമികമല്ലാത്ത രോഗങ്ങൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അതൊക്കെ അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത് അങ്ങനെ ചേർന്നിട്ടുണ്ട്. കോവിഡ് വന്നവർക്ക് മറ്റ് രോഗങ്ങളുടെ പ്രമേഹ രോഗങ്ങളോ രക്തസമ്മർദ്ദമോ ഹാർട്ട് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതൽ. ഇങ്ങനെ ഒരുപാട് സമ്മിശ്രമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. രോഗാണുക്കൾ കൂടുന്നതിന് നമ്മൾ എപ്പിഡമിയോളജി എന്നൊക്കെ പറഞ്ഞ ശാസ്ത്രശാഖ നമ്മുടെ ഏജൻറ്റ് രോഗാണു, ഹോസ്റ്റ് ആർക്ക് വരുന്നോ, പിന്നെ എൻവയോൺമെൻറ്റ്, ഇത് മൂന്നും ചേർന്നുള്ളതാണ്. ഇപ്പോൾ രോഗാണുവിൽ വ്യത്യാസം വരാം. കോവിഡിന് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ ജനിതക വ്യത്യാസം കോവിഡ് രോഗാണുവിന് വന്നു. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗം 80-കളിൽ ഉണ്ടായതാണ്. ഉണ്ടായിരുന്ന രോഗാണുവിൽ പരിണമിച്ചുണ്ടാണ്. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കാം. ഹോസ്റ്റ്, നമ്മളിപ്പോൾ ഒരുപാട് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും ഒക്കെ വരുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്. ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രായം നല്ല പ്രായമാകുമ്പോഴാണ് വരുന്നത്. അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ച് അണുബാധകൾ കുറയാൻ ഒരു പരിധിവരെ കുറഞ്ഞ്, ഇപ്പോൾ മലമ്പനിയൊക്കെ അപൂർവമായിട്ടാണ്. ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കാൻ ഞാൻ മലമ്പനി കണ്ടിട്ടേ ഇല്ല. അത്ര മുമ്പേ കേരളത്തിൽ മലമ്പനി നിയന്ത്രണ വിധേയമായി. അതേസമയം അതിനുശേഷം ഡൽഹി ചെല്ലുമ്പോൾ ആശുപത്രി ചുവരുകളിൽ എഴുതി വെച്ചിരിക്കുന്നത് പനിയുണ്ടോ ക്ലോറോക്കിൻ കഴിക്കുമെന്നാണ്, പനിയാണെങ്കിൽ മലമ്പനി ആയിരിക്കുമെന്നാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അണുബാധകളിൽ നിന്നൊക്കെ ഒരുപാട് കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ ജീവിച്ചിരിക്കാൻ തുടങ്ങിയപ്പോൾ, കൂടുതൽ വർഷങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യൻ മരിക്കണ്ടേ എന്തെങ്കിലും കാരണം വന്നു. അപ്പോഴാണ് ഈ ക്യാൻസർ വരുന്നത്, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം വരുന്നത്. 15 വയസ്സാൻ രക്തസമ്മർദ്ദമില്ല, അത് അപൂർവ ചില പ്രത്യേക പ്രശ്നങ്ങളിലേ ഉള്ളൂ. അപ്പോൾ മനുഷ്യർ ജീവിച്ചിരിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് രോഗങ്ങൾ വരും. ചിലർ പറയണ്ടോ ഇപ്പോൾ എവിടെ നോക്കിയാലും ക്യാൻസറാണ്. പണ്ട് ക്യാൻസർ വരുമ്പോൾ തട്ടിപ്പോകുമായിരുന്നു. സ്വാതന്ത്ര്യം കിട്ടും 30 വയസ്സായിരുന്നു ആയുസ്. അപ്പോൾ ക്യാൻസർ ആകണമെങ്കിൽ, കുട്ടികൾ ക്യാൻസർ ഇല്ലയെന്നല്ല പറഞ്ഞു, പക്ഷേ മെജോറിറ്റി ഓഫ് ക്യാൻസറുകൾ ഈ രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഡയബറ്റിസ് ഒക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാകുന്ന രോഗങ്ങളാണ്. അപ്പോൾ അങ്ങനെയും കാണണം. ഇതൊക്കെ കൂടെ ഒരു കാര്യം പറഞ്ഞു നിർത്താം. ഇതൊക്കെ കൂടെ കേരളത്തിൽ രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ മെച്ചമാണ്. ഇപ്പോൾ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പത്തിലേക്ക് ഇട്ടുണ്ട്, പണ്ടൊരു അപ്പൂപ്പനുണ്ടായിരുന്നു, മഹോദരം വന്ന് മരിച്ചുപോയി, വയറ് വീർത്ത് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പം അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ലിവറിലെ ക്യാൻസർ കണ്ടുപിടിക്കാനും ചികിത്സയും ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തന്നെ കേരളത്തിൽ സെൻറ്ററുകളുണ്ട്. അപ്പോൾ ആ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. മറ്റൊക്കെ പനി വന്ന് ചത്തുപോയെന്ന് പറയും, എന്ത് പനിയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൊണ്ടാണ് രോഗങ്ങളുടെ കൂടുതലായിട്ട് തോന്നുന്നത്. അപ്പോൾ രോഗങ്ങൾ കൂടുതലുണ്ട്. ഇപ്പോൾ കോവിഡിൻ്റെ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. കോവിഡ് എന്തുകൊണ്ടാണ് കേരളത്തിൽ കൂടുതൽ വന്നത്? കേരളത്തിൽ ജനസാന്ദ്രത. അവിടെ ഇവിടെ 2 പേര് ജീവിക്കുന്ന ചില തണുപ്പ് രാജ്യങ്ങളിൽ എളുപ്പത്തിൽ പോയല്ല, നമ്മളെല്ലാവരും മുറ്റത്തിറങ്ങുന്നവരും സഹകരിക്കുന്നവരാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് കാണുന്നത്. അപ്പോൾ കേരളത്തിൽ ആരോഗ്യം മറ്റ് സംസ്ഥാനങ്ങളെപ്പറ്റി നോക്കുമ്പോൾ മെച്ചമാണ്. എന്നാൽ കേരളത്തിൽ രോഗങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് മുൻകരുതലൊക്കെ വരണം. അതൊക്കെ ഇനി അടുത്ത റൗണ്ടിൽ പറയാം. ഡോക്ടർ അൽത്താഫിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. താങ്ക് യു ഡോക്ടർ ലാൽ. ഒരു നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ പരിരക്ഷയെക്കുറിച്ചുള്ള ഡോക്ടർ ലാലിൻ്റെ വളരെ ഗാഢമായ ഒരു ഇൻട്രോസ്പെക്ഷനും ഒരു വിലയിരുത്തലാണ് നമ്മൾ കേട്ടത്. അടുത്തായി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറായ ഡോക്ടർ അൽത്താഫ് നിങ്ങളോട് കേരളത്തിൻ്റെ പരിപ്രേക്ഷ്യത്തെക്കുറിച്ച്, ആരോഗ്യ പരിപ്രേക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കും. താങ്ക് യു മുരളി സാർ. നമസ്കാരം. ഇപ്പോൾ മുരളി സാറും ലാൽ സാറും പറഞ്ഞ കാര്യങ്ങളുടെ അനുബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒരു ആമുഖം എന്നുള്ളതിൽ പറയാമെന്ന് കരുതുന്നു. നമുക്ക് ഇപ്പം കേരളത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പൊതുവായ ഒരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്.
ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഒരു കേൾവിക്കാരൻ അല്ലെങ്കിൽ ഒരു സാധാരണ ശ്രോതാവ് എന്നുള്ള നിലയ്ക്ക് എന്തായിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുക എന്നുള്ള നിലയ്ക്ക് ഒരു വശത്ത് നാം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് കേരള ആരോഗ്യ മാതൃക. നേരത്തെ ലാൽ സാർ സൂചിപ്പിച്ച പോലെ കേരളം നമ്പർ 1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കേരള ആരോഗ്യ മാതൃക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നിരന്തരം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും മാസ് മീഡിയയിൽ കൂടെയും ഒക്കെ കേൾക്കാറുള്ള പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും എല്ലാം ആവർത്തിച്ച് കൂട്ടിയാറുള്ള ഒരു കാര്യം. അതേസമയം തന്നെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു പുതിയ പുതിയ രോഗങ്ങളെക്കുറിച്ച്. നിപ്പയും ഹാൻഡ വൈറസും H1N1 കോവിഡും എലിപ്പനിയും പന്നിപ്പനിയും ഇങ്ങനെ നിരവധി രോഗങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അമീബിക് മെനിഞ്ചൈറ്റിസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി രോഗങ്ങൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഇങ്ങനെ വരുന്നതായിട്ട് പത്രങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നു. രോഗങ്ങൾ പടരുന്നു, മരണമുണ്ടാവുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് മാച്ച് ചെയ്യുക? ഒരു വശത്ത് നമ്മൾ കേരളം മികച്ച ആരോഗ്യ മാതൃക എന്ന് പറയുന്നു, അതേസമയം മറുവശത്ത് പുതിയ പുതിയ നിരവധി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നത് വാർത്തകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും ഒരു പശ്ചാത്തലം നേരത്തെ രണ്ടുപേരും സൂചിപ്പിച്ചതിൻ്റെ കുറച്ചുകൂടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള എനിക്ക് പറയാം. ഞാൻ ഒന്ന്, ഈ കേരള ആരോഗ്യ മാതൃക എന്നുള്ള പ്രയോഗം തന്നെ ഇത് തെറ്റാണെന്ന് ഇതാദ്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ഡോക്ടർ KN രാജും ഡോക്ടർ അമർത്യ സെൻ ഉൾപ്പെടെയുള്ള ടീമായിരുന്നു 60കളുടെ അവസാനം ഒരു UN പഠനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ആരോഗ്യ സൂചികകൾ മറ്റ് വികസിത രാജ്യങ്ങളോളം തന്നെ എത്താവുന്ന രീതിയിലാണ് എന്നുള്ള നിലയ്ക്കുള്ള ഒരു നിരീക്ഷണം നടത്തിയത്. അതിനെക്കുറിച്ച് അമർത്യ സെൻ തന്നെ പിന്നീട് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതിനെ കേരള ആരോഗ്യ മാതൃക എന്നല്ല വിശേഷിപ്പിക്കേണ്ടത്, കേരള എക്സ്പീരിയൻസ്, കേരളത്തിൻ്റെ അനുഭവം എന്നുള്ള നിലയ്ക്ക് മാത്രമേ ഇതിനെ നമുക്ക് കരുതാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് പിന്നീട് 80കളിൽ തന്നെ അവരതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തായിരുന്നു ഈ പറഞ്ഞ കേരള അനുഭവം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അന്നത്തെ അക്കാഡമിഷ്യൻസ് വിശേഷിപ്പിച്ചിരുന്നത് ഗുഡ് ഹെൽത്ത് അറ്റ് ലോ കോസ്റ്റ് എന്നുള്ള നിലയ്ക്ക്, അതായത് കുറഞ്ഞ ചിലവിൽ മികച്ച ആരോഗ്യ സൂചികകൾ, അതായത് മറ്റ് വികസിത രാജ്യങ്ങളുടെ അത്രത്തോളം ഉള്ള സൂചികകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 100ഓളം ആരോഗ്യ സൂചികകളുണ്ട്. അതിൽ നമുക്ക് രോഗനിരക്കുണ്ട്, മരണനിരക്കുണ്ട്, ജനനനിരക്കുണ്ട്, അതുപോലെ ഹോസ്പിറ്റൽ സ്റ്റേ അതിൻ്റെ എത്രത്തോളം ഹോസ്പിറ്റലൈസേഷൻ ഉണ്ട് അതിൻ്റെ നിരക്ക്, ഇങ്ങനെ ഒരു 100ഓളം ആരോഗ്യ സൂചികകളുണ്ട്. അതിൽ ഒരു 2-3 സൂചികകളാണ് ശിശു മരണനിരക്ക്, മാതൃമരണനിരക്ക്, പൊതുമരണനിരക്ക്, ഇങ്ങനെയുള്ള മരണനിരക്കുകൾ 2-3 ഉണ്ട്. അതിൽ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ മറ്റു അവികസിത രാജ്യങ്ങളെക്കാൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറഞ്ഞത്. അതേസമയം നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകവും ഓവറോൾ വെൽത്തും എല്ലാം തന്നെ നമ്മൾ മറ്റ് അവികസിത രാജ്യങ്ങളോളം അതുപോലെ തന്നെ പിന്നോക്കം തന്നെയാണ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ ആയിരുന്നു അന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട, അല്ലെങ്കിൽ ഈ അക്കാദമിക തലത്തിലും മറ്റ് സാമൂഹിക ആരോഗ്യ മേഖലകളിലും ഒക്കെ തന്നെ ഒരു ശ്രദ്ധേയമായ സാമ്പത്തിക വിദഗ്ധരുടെയും ഒക്കെ ശ്രദ്ധ പതിഞ്ഞ ഒരു കാര്യം. പക്ഷേ അതുപോലെ തന്നെ ഇത് എങ്ങനെയായിരുന്നു ആ നേട്ടം കൈവരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നേരത്തെ മുരളി സാർ സൂചിപ്പിച്ച ഒരു കാര്യം അത് പറയാം. അതായത് 200ഓളം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾക്ക്, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം ലാൽ സാർ സൂചിപ്പിച്ച, അതായത് ജലലഭ്യത, പോഷകാഹാരത്തിൻ്റെ ലഭ്യത, കൃഷി, വർഷത്തിൽ 200 ദിവസം മഴ ലഭിക്കുന്ന വേറെ ഏത് സംസ്ഥാനമാണുള്ളത്? ഈ പറഞ്ഞ പോലെ 44 നദികൾ ഒഴുകുന്ന വേറെ ഏത് സംസ്ഥാനമാണുള്ളത്? കൃഷിയുടെ അതുപോലെ തന്നെ പച്ചക്കറികളുടെ ലഭ്യത, അങ്ങനെ ആ രീതിയിലുള്ള സാമ്പത്തികമായ ശേഷി, ഇങ്ങനെ എല്ലാ നിലയ്ക്കും, അതുപോലെ സാക്ഷരത, മിഷണറിമാരുടെ ഇടപെടൽ, അതുപോലെ മറ്റ് മത സാമൂഹിക സാമുദായിക നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായ ഒരു അവേക്കനിങ്, ഇതിൻ്റെ എല്ലാം, അതുപോലെ ഇപ്പം തെക്കൻ കേരളത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളുടെ ഇടപെടൽ, നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഗർഭശ്രീമാൻ സ്വാതി തിരുനാളിൻ്റെ അമ്മയായിരുന്ന ഗൗരി ലക്ഷ്മിബായി റീജൻ്റായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ തന്നെ സ്വയം സ്മോൾ പോക്സ് വാക്സിനേഷൻ എടുത്തുകൊണ്ട് മാതൃക കാട്ടി ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കാൻ. അതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്താ വെച്ചാൽ വാക്സിൻ, ഈ സ്മോൾ പോക്സ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ ഈ പശുവിൻ്റെ ആകൃതിയിലുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കും എന്നുള്ള രീതിയിൽ വ്യാജ കഥകൾ പ്രചരിച്ചപ്പം ഈ വാക്സിനേഷൻ എതിരായുള്ള പ്രചരിപ്പിച്ചു. അതിനെ ബോധവൽക്കരിക്കാനായിട്ട് രാജകുടുംബം തന്നെ നേരിട്ട് വാക്സിനേഷൻ വിധേയമായിക്കൊണ്ട് മാതൃക കാണിക്കുകയും അതുപോലെ തന്നെ വാക്സിനേറ്റേഴ്സിനെ നിയമിക്കുകയും വാക്സിനേഷൻ ട്രെയിനിങ് സ്കൂൾ, പബ്ലിക് ഹെൽത്ത് ട്രെയിനിങ് സ്കൂൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട്, ഇങ്ങനെ ഒരു 200 വർഷത്തെ ചരിത്രമുണ്ട് നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ ഇടപെടൽ. അതുപോലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ബോധവൽക്കരണവും സാക്ഷരത വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ ജലലഭ്യതയും ആഹാരത്തിൻ്റെ പോഷകാഹാര ലഭ്യതയും എല്ലാം കാരണമായിട്ട് ഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള ഈ പ്രവർത്തനങ്ങളും, സ്വകാര്യ മേഖലയുണ്ട്, സർക്കാർ മേഖലയിലുമുള്ള പ്രവർത്തനങ്ങളുണ്ട്.
പക്ഷേ സർക്കാർ മേഖലയിൽ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് പറയുമ്പം നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന്റെ ഇത്രയും വിപുലമായിട്ടുള്ള ശൃംഖല എപ്പോഴാണ് രൂപപ്പെടുന്നത്? അത് ഈ KN രാജും അമർത്യ സെന്നും ഒക്കെ നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ്. 70കളിലാണ് 500ഓളം PSCകൾ അച്യുതമേനോൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സമയത്ത് ഉണ്ടാകുന്നത്, ശ്രീത്ര മെഡിക്കൽ സെന്റർ സ്ഥാപിക്കുന്നത്, അതുപോലെ തന്നെ RCC സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിനെ ആലോചിക്കുന്നത്, ഇതെല്ലാം 70കളിലാണ്. അതിനു മുമ്പ് തന്നെ കേരളത്തിന്റെ മാതൃകയെക്കുറിച്ച് ഈ അനുഭവത്തെക്കുറിച്ച് നിരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് പോയി. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണും. ഇനി രോഗാതുരതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പം നമ്പർ 1 എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ്? ശിശു മരണനിരക്ക്, മാതൃമരണനിരക്ക്, അതുപോലെ പൊതുമരണനിരക്ക്. ഇതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആരോഗ്യ സൂചികകളെല്ലാം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗാതുരതയുള്ള സംസ്ഥാനം ഏതാണ്? ആരെങ്കിലും പറയാമോ? ഒരു ക്വിസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗാതുരതയുള്ള സംസ്ഥാനം ഏതാണെന്ന് പറയാമോ? ആർക്കും പറയാം. ഓപ്പൺ ടു ഓൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ, പ്രതിശീർഷ ആരോഗ്യ ചെലവുള്ള സംസ്ഥാനം ഏതാണെന്ന് പറയാമോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, അതായത് ഒരു പൗരന്റെ ആരോഗ്യ ചെലവിൽ ബഹുഭൂരിപക്ഷം 80% സ്വന്തം കയ്യിൽ നിന്ന് ചെലവഴിക്കേണ്ടി വരുന്ന സംസ്ഥാനം ഏതെന്ന് പറയാമോ? അപ്പം ഇതാണ് ഇതിൻ്റെ ഈ ഒരു വൈരുദ്ധ്യം. ഒരു വശത്ത് നമ്മൾ ആരോഗ്യ മാതൃക എന്ന് പറയുമ്പോൾ മറുവശത്ത് ഒരുപാട് വൈരുദ്ധ്യങ്ങളുടെ ഒരു സംഘാതമാണ് നമുക്ക് ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുന്നത്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ കൃത്യമായിട്ടോ സൂക്ഷ്മമായിട്ടോ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ആരോഗ്യ മേഖലയിൽ രോഗാതുരതയുടെ വലിയൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് കേരളീയ സമൂഹം ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ തീവ്രത എത്രത്തോളം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ കാര്യം കൂടെ പറയാം. അതായത് പൊതുവേ നമ്മൾ ഓരോ നാടിൻ്റെ പുരോഗതി വിശകലനം ചെയ്യുന്നത് സാമ്പത്തിക പുരോഗതിയും മറ്റ് വ്യാവസായിക പുരോഗതി, ഉൽപ്പാദനക്ഷമത, ഇതൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം ഇത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു വാർത്ത, സ്മാർട്ട് സിറ്റി പിൻവാങ്ങി. ഓക്കെ, നമ്മളെല്ലാം കുറേ ചർച്ച ചെയ്തു. അതിനു മുമ്പ് ഒരു 10-15 വർഷം മുമ്പ് വലിയൊരു അന്തർദേശീയ കാർ കമ്പനി BMW കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവർ പിൻവാങ്ങി. പിന്നെ DP വേൾഡ് കൊച്ചിൻ പോർട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഇപ്പോൾ റിട്ടേൺ ഇല്ല, അവർ ഇടയ്ക്ക് പിൻവാങ്ങുന്നതോട് വാർത്തകൾ കേട്ടു. ഇനിവയില്ല. എന്തായാലും ശരി, മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറവ് ആഗോള നിക്ഷേപമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഞാനിത് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുന്നതല്ല, ഒരു പൊതു നിരീക്ഷണം പറയുന്നത്. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ആഗോള നിക്ഷേപമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ 10,000 കോടി രൂപയാണ് കേരളത്തിൽ നിക്ഷേപമായി എത്തിയത്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? 10,000 കോടി രൂപ. അന്തർദേശീയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളായ ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ കേരളത്തിലെ ആശുപത്രി ശൃംഖലകൾ, സ്വകാര്യ ആശുപത്രി ശൃംഖലകൾ ടേക്ക് ഓവർ ചെയ്തിരിക്കുന്നു. 10,000 കോടി രൂപ. ഈ നിക്ഷേപം ഒരിക്കലും അവരെ കേരളത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യം ഉദ്ധരിക്കാൻ വേണ്ടിയല്ല എന്നുള്ളത് വ്യക്തമായിട്ട് നാം മനസ്സിലാക്കുക. ഇത് പ്യുവർ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് പ്രൈവറ്റ് ഇക്വിറ്റി എന്നുള്ള നിലയ്ക്ക്, ഇത് പബ്ലിക് ഇക്വിറ്റി പോലും അല്ല, പ്രൈവറ്റ് ഇക്വിറ്റി എന്ന നിലയ്ക്ക് ലാഭേച്ഛ മാത്രം ലക്ഷ്യമാക്കി 10,000-ലധികം കോടി രൂപ കേരളത്തിൽ ആഗോള ഭീമന്മാർ നിക്ഷേപിച്ചിരിക്കുന്നു. എന്താണ് കാരണം? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. രോഗാതുരത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം, ഏറ്റവും കൂടുതൽ പെർ ക്യാപിറ്റ എക്സ്പെൻസ്, ഏറ്റവും കൂടുതൽ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ്, ഇതെല്ലാം ഉള്ള സംസ്ഥാനം. 2-ൽ-1 കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന 18 വയസ്സിന് മുകളിലുള്ള 2-ൽ-1 ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ സ്ട്രോക്കോ കാർഡിയാക് ഡിസീസോ റീനൽ ഡിസീസോ ക്യാൻസറോ ഇങ്ങനെയുള്ള ജീവിതശൈലി രോഗങ്ങൾ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും ഇല്ലാത്ത ഒരാൾ ഈ 2-ൽ-1 ഉണ്ടാവില്ല. ഇനി 2-ൽ മറ്റേയാളെ കുറിച്ച് പറഞ്ഞാലോ, 50% ജീവിതശൈലി രോഗങ്ങളുള്ളവർ, ബാക്കി 50%-ൽ 30% പേര് ഇൻ വെയിറ്റിംഗ്, പ്രീ ഡയബറ്റീസ്, പ്രീ ഹൈപ്പർ ടെൻഷൻ, ആ രീതിയിൽ അടുത്ത രോഗം എത്താനായിട്ട് ക്യൂ നിൽക്കുന്നവർ. അപ്പോൾ ഇതാണ് കേരളം. ഇപ്പോൾ ഞാൻ അഗ്നിപർവ്വതത്തിന് മുകളിലാണെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇതിൻ്റെ തീവ്രത എത്രത്തോളമെന്ന് ഞാനിതിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥയും കൂടെ വെച്ച് പറഞ്ഞപ്പം നിങ്ങൾക്ക് ബോധ്യമായി കാണുന്നു തോന്നുന്നു. ഇവിടെ നിന്നാണ് നമ്മളിനി ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്. അതിന് വേണ്ടത് പൊതു ആരോഗ്യ സംവിധാനം ശക്തിപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളും, അതുപോലെ രോഗപ്രതിരോധത്തിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതും, അതുപോലെ ജനങ്ങൾ അതിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്തതിൽ സംസാരിക്കാൻ തോന്നുന്നു. താങ്ക് യു ഡോക്ടർ അൽത്താഫ്. ഇപ്പോൾ നമ്മുടെ പൊതുവായ ഒരു പശ്ചാത്തലം നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ പൊതു പശ്ചാത്തലം. ഇനി നമ്മുടെ അന്വേഷണം എന്താണ്? ഇത്തരം നമ്മൾ പിന്നോട്ടടിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, കേരളം ആരോഗ്യരംഗത്ത് പിന്നോട്ട് പോകുന്നു. അതിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ആരോഗ്യ രംഗത്തുണ്ടാകുന്ന വളരെ പ്രത്യേകതയായ ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ വളരെ ഒബ്യൂസായിട്ട് നമ്മൾ കാണുന്ന കാര്യം, ലോകത്തിൽ മറ്റൊരിടത്തും കാണാത്തൊരു കാര്യം നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അതൊരു ഒരു ഇരട്ട രോഗങ്ങളുടെ ഒരു പ്രഹരമാണ് ശരിക്കും. അതോടൊപ്പം തന്നെ ഒരു സിന്തറ്റിക് സംസ്കാരം കേരളത്തിൽ വരുന്നു. സിന്തറ്റിക് സംസ്കാരം എന്ന് പറഞ്ഞാൽ കേരളം
ഇതുവരെ കാലാകാലങ്ങളായി കേരളം ആർജിച്ചെടുത്ത എല്ലാ നന്മകളും പടിയിറങ്ങി പോവുകയും അതിന് പകരം തികച്ചും അനാരോഗ്യകരമായ പ്രവണതകൾ നമ്മുടെ ജീവിതത്തിൽ സാംശീകരിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് ഡോക്ടർ അൽത്താഫ് പറഞ്ഞ കൃഷി തന്നെ എടുക്കാം. കൃഷി നമുക്കൊരു അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു ജീവിത മാർഗ്ഗമോ മാത്രമല്ല, അതൊരു അഗ്രികൾച്ചർ ഒരു കൾച്ചർ കൂടിയാണ് എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് മാനസികവും ശാരീരികവും സാമൂഹികവുമായ സ്വാസ്ഥ്യം, അതാണ് WHO ആരോഗ്യത്തെക്കുറിച്ച് നൽകുന്ന ഡെഫിനിഷൻ. ശാരീരികവും മാനസികവും സാമൂഹികമായ സ്വാസ്ഥ്യം നൽകുന്നതാണ്. നിങ്ങൾ വയലിൽ അധ്വാനിക്കുന്നു, നിങ്ങൾ വിളവെടുക്കുന്നു, അതിൻ്റെ സന്തോഷം അനുഭവിക്കുന്നു, നിങ്ങളൊരു കൂട്ടായ്മ സൃഷ്ടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കൾച്ചറിലേക്ക്, ആ കൾച്ചറിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ യഥാർത്ഥമായ മനുഷ്യനായി മാറും. ഇപ്പോൾ നിങ്ങൾ കുറോസോവയുടെ ദർസുസാല കാണുമ്പോൾ നിങ്ങൾക്ക് അത് നമ്മൾ കാണാറുണ്ട്. കാരണം വെച്ചാൽ ഒരു നമ്മൾ പ്രകൃതിയോട് ഇടപഴകി ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യൻ്റെ ഏറ്റവും മികച്ച ഗുണങ്ങൾ പുറത്തു വരുന്നതാണ്. അപ്പോൾ അത് ഈ നമ്മുടെ ഫുക്കുവോക്കയുടെ പുസ്തകം വൺ സ്ട്രോ റെവല്യൂഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പ്രകൃതി മനുഷ്യനെ ഏറ്റവും കനിഞ്ഞ് അനുഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ കൃഷി നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയെന്നൊരു കാലത്ത് നിന്നുകൊണ്ട് നമുക്കിത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ അഗ്രികൾച്ചറിൻ്റെ പിൻവാങ്ങൽ കൊണ്ട് തന്നെ ആ ഒരു മഹത്തായ കൾച്ചർ നമ്മളിൽ നിന്ന് പടിയിറങ്ങി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം മറ്റൊരു സാധനം, അതായത് ടെലിവിഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ ജീവിതത്തിൽ 80-ഓടുകൂടി കേരളത്തിലെ മലയാളികൾക്ക് അത് നമുക്ക് അനുഭവവേദ്യമായി തുടങ്ങിയത് ടി വിയുടെ കൾച്ചർ. ടി വി എന്താണ് ചെയ്തത്? ടി വി ശരിക്കും നമ്മുടെ OV വിജയൻ്റെ അരിമ്പാറയാണ് എനിക്കെപ്പോഴും ഓർമ്മ വരാറ്. അരിമ്പാറ എന്നുള്ള പ്രശസ്തമായ കഥ. അതിൽ അരിമ്പാറ ഒരു കഥാനായകൻ്റെ ഒരു മുഖത്തൊരു അരിമ്പാറ ഉണ്ടാകുന്നു. പതുക്കെ അതൊരു ഓമന കൗതുകത്തിൽ നിന്ന് പതുക്കെ മാറി അവരുടെ ജീവിതത്തിലേക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകുന്നു. കഥാനായകനെ മൈഥുനം പോലും വിലക്കി സ്വയം മൈഥുനം ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ അരിമ്പാറ നേടുന്നു. അവസാനം ഈ അരിമ്പാറ കഥാനായകനെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു കഥയാണ് അരിമ്പാറ വിജയൻ എഴുതിയിട്ടുള്ളത്. 70-80കളിലാണ് അത് ചെയ്തത്. ആ കഥ പോലെ ആണ് ശരിക്കും ടി വി ശരിക്കും കേരളത്തിൽ സംഭവിക്കുന്നത്. കാരണം ടി വി നമ്മളെ ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും എല്ലാ രംഗങ്ങളിലും പിടിമുറുക്കുകയും നമ്മളെ മലയാളിയെ നമുക്ക് ഒരിക്കലും ഒരു ആശാസ്യമില്ലാത്ത രീതിയിലേക്ക് മാറ്റുകയും ചെയ്തു. നമ്മളതിന് മുന്നിൽ ചടഞ്ഞിരിക്കുന്നു, പരിപാടികൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു, നമ്മൾ കിട്ടുന്നതെല്ലാം കുറിക്കുന്നു, പൊണ്ണത്തടി വരുന്നു, കൊളസ്ട്രോൾ വരുന്നു, പ്രഷർ വരുന്നു, പ്രമേഹം വരുന്നു. ശരിക്കും ഡോക്ടർ അൽത്താഫ് പറഞ്ഞ പോലെ കേരളത്തിൽ 5 പേര് എടുത്താൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് കേരളത്തിൽ 5 പേരെടുത്താൽ അതിൽ 3 പേർക്ക് പ്രഷറും ഹൈപ്പർ ടെൻഷനും 2 പേർക്ക് പ്രമേഹം ഉണ്ടെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം കേരളത്തിൻ്റെ ഒരു ആരോഗ്യ രംഗത്തെ സ്ഥിതി. അപ്പോൾ ഇത് ഈ കാര്യങ്ങൾ വരുന്നു. നമുക്ക് വ്യായാമം കുറയുന്നു, നമ്മുടെ സിന്തറ്റിക് സംസ്കാരം വരുന്നു. അതോടൊപ്പം തന്നെ കേരളം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അത് ഒരു എൻവയോൺമെൻ്റൽ ട്രയാഡ് എന്ന് നമ്മുടെ ഈ പരിസ്ഥിതി ശാസ്ത്രന്മാരൊക്കെ പറയും. അതായത് ഏജൻറ്റ്, ഹോസ്റ്റ്, എൻവയോൺമെൻറ്റ്. കാരണം ഒരു ഏജൻറ്റ് ഉണ്ടാവുക, അത് സ്വീകരിക്കാൻ തയ്യാറായ ഒരു ഹോസ്റ്റ് ഉണ്ടാവുക, അതിൻ്റെ സഹായകമായ ഒരു പരിസ്ഥിതി ഉണ്ടാവുക എന്നുള്ളതാണ്. ഇത് ഏറ്റവും മികച്ച ഒത്തിണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ, ഞങ്ങളൊക്കെ ഏകദേശം ഒരേ ഒരു പ്രായമുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് MBBS പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ ഒരിക്കലും ഡെങ്കി എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ പഠിച്ചിട്ടേ ഇല്ല. അത് ചോദിച്ചാൽ അറിയാം, ആരും ഞങ്ങളുടെ പ്രായത്തിൽ ആരും ഡെങ്കി എന്ന രോഗം കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ആരും പഠിച്ചിട്ടില്ല. കാരണം പരീക്ഷയ്ക്ക് വരില്ല എന്നുള്ളതാണ്. നമുക്കത് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അത്ര ഒരു കേസ് കാണാൻ നമ്മളത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ 90-കളിൽ ഡോക്ടർ ജേക്കബ് ജോൺ പ്രസിദ്ധനായ പീഡിയാട്രീഷ്യൻ, സാമൂഹ്യ ശാസ്ത്രജ്ഞനും കൂടിയായിരുന്ന അദ്ദേഹം കേരളം ഏറ്റവും ഗുരുതരമായ വെല്ലുവിളി അഭിമുഖീകരിക്കാൻ പോകുന്നത് ഡെങ്കിയിൽ നിന്നാണെന്ന് 90-ൽ പറഞ്ഞപ്പോൾ കേരളത്തിൽ ആരും ശ്രദ്ധിച്ചില്ല. കാരണം ഡെങ്കി വൈറസ് കേരളത്തിലുണ്ടായിരുന്നു, പക്ഷേ ഡെങ്കി പരത്താൻ ആവശ്യമായി ഈഡിസ് ഈജിപ്തി എന്നുള്ള കൊതുക് കേരളത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ പതുക്കെ 90-കളുടെ മധ്യത്തോടുകൂടി കേരളത്തിൽ ഡെങ്കി പരത്താനുള്ള ഈഡിസ് ഈജിപ്തി വരികയും കേരളം ഇന്ന് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെങ്കിയുടെ വിഹാര കേന്ദ്രമായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ എൻവയോൺമെൻ്റൽ ട്രയാഡ് ഉണ്ടാവുന്നു, കേരളത്തിൻ്റെ നന്മകളൊക്കെ പടിയിറക്കി പോകുന്നു, നമുക്ക് ഇല്ലാത്ത അനാശാസ്യ പ്രവണതകൾ വരുന്നു. ഇതൊക്കെ നമ്മുടെ അടിമുടി നമ്മളെ മാറ്റി തീർക്കുന്നു. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ഒരിക്കലും അവ്യവസ്ഥിതവും അപ്രവചനീയവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, കേരളത്തിൽ പ്രളയം ഉണ്ടാകുന്നു, ഉരുൾപൊട്ടലുണ്ടാകും, അങ്ങനെ നിരന്തരമായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു. അതൊരു ഭാഗത്ത് നടക്കുന്നു. അതുപോലെ വനനശീകരണം, കേരളത്തിൽ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നതിന് പകരം വനനശീകരണം. ഇപ്പോൾ മലേഷ്യയിലൊക്കെ വലിയ നിപ്പയൊക്കെ ആദ്യം ഉണ്ടായത് പ്രകൃതിപരമായ ദുരന്തങ്ങൾ കൊണ്ട് വനനശീകരണം നടന്നുകൊണ്ടാണ്. പക്ഷേ കേരളത്തിൽ മനുഷ്യനാണ്, ശരിക്കും മനുഷ്യൻ എന്നുള്ളൊരു ജീവിയാണ്. നമ്മുടെ സാപ്പിയൻസൊക്കെ, നമ്മുടെ ഹരാരിയുടെ സാപ്പിയൻസിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മനുഷ്യൻ എന്ന ജീവി എന്ന്. അദ്ദേഹം പറയുന്നത് ആസ്ട്രേലിയ 200ഓളം വളരെ പ്രധാനപ്പെട്ട ജീവികളുണ്ടായിരുന്നത് ഒരു 100 കൊല്ലം കൊണ്ട് അതിൽ 99 അപ്രത്യക്ഷമായി അദ്ദേഹം കഥ പറയുന്നുണ്ട്. അതിൻ്റെ ഒറ്റ കാരണം മനുഷ്യനായിരുന്നു. അപ്പോൾ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ജീവിയാണെന്നാണ് ഹരാരി പറയുന്നത് സാപ്പിയൻസിൽ. അതേപോലെ നമ്മൾ ഈ കാര്യം, അതായത് നമ്മുടെ വനനശീകരണം ഏറ്റവും ഭീകരമായ രീതിയിൽ സംഭവിക്കുന്നു. അതുപോലെ നമുക്ക് മലയാളികൾക്കുള്ള വലിയൊരു പ്രശ്നം
പ്രശ്നം ഞാൻ കാണുന്നത്, ശാസ്ത്രം പഠിക്കുന്നത് നമ്മളെല്ലാവരും, പക്ഷേ ശാസ്ത്രീയ ബോധമില്ല എന്നുള്ളത്. ശാസ്ത്രീയ ബോധമില്ല. അതുകൊണ്ടാണ് മലയാളി മൂത്രം കുടിക്കാൻ തയ്യാറാവുന്നത്. ഇന്നും അസുഖങ്ങൾക്ക് 21-ാം നൂറ്റാണ്ടിലും മൂത്ര ചികിത്സ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഹോമിയോപ്പതി പോലത്തെ ഏറ്റവും അശാസ്ത്രീയമായ, അതായത് ഒരു ഡൈല്യൂട്ട് ചെയ്യുന്നതോറും പൊട്ടൻസി കൂടുന്ന ഒരു തിയറി കൊണ്ടുവരുന്നു, എന്നിട്ട് അത് പ്രകാരമുള്ള ഒരു കാര്യം ചെയ്യുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളെ മലയാളി വീണ്ടും വീണ്ടും ആകർഷിക്കപ്പെടുകയാണ്. അതിലേക്ക് ഉന്മുഖരാവുന്ന ഒരു മലയാളികൾ, ഒരു അത്ഭുത ജീവികളാണ് നമ്മളെല്ലാവരും തന്നെ. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അശാസ്ത്രീയമായ കാര്യങ്ങളുടെ അഭിനിവേശം ഉണ്ടാവും നമുക്ക്. അതുപോലെ നമുക്ക് ഈ പുറത്തുനിന്നുള്ള, കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളുടെ കുത്തൊഴുക്ക്, നമ്മൾ ബംഗാളികൾ എന്ന് പറയുന്ന ആളുകൾ എല്ലാ രോഗങ്ങളും എല്ലാ അനാശാസ്യ പ്രവണത കൊണ്ട് കേരളത്തിലേക്ക് കുത്തി ഒഴുകി വരുന്നു. അതുപോലെ മലയാളിയുടെ യാത്രകൾ ഏത് ലോകത്ത്, ഇപ്പോൾ നമ്മുടെ പൊറ്റക്കാട് ഉള്ള കാലത്ത് നമ്മൾ പറയാറുണ്ടായിരുന്നു, ചന്ദ്രനേക്ക് പോകാനുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മലയാളി ഒരു മക്കാനി അടുത്തുണ്ടാവും നമ്മൾ പറയാറുണ്ട് തമാശയ്ക്ക്. അതുപോലെ യാത്രകൾ നടത്തി മലയാളി എല്ലാ സ്ഥലത്തു നിന്നും രോഗങ്ങൾ കൊണ്ടുവരുന്നു, അങ്ങോട്ടേക്ക് കൊടുക്കുന്നു. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം, നിങ്ങൾ ആലോചിച്ച് നോക്കണം, മലയാളികൾക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ഇപ്പോൾ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന മാലിന്യം ആരും കാണാതെ അന്യൻ്റെ പറമ്പിലിടുന്നതോട് നമ്മുടെ മാലിന്യ നിർമ്മാർജ്ജനം അവസാനിക്കും എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. രാവിലെ പോകുമ്പോൾ നിങ്ങൾ എല്ലാവരും നടന്നു പോകുമ്പോൾ കാണുന്നുണ്ടാവും വഴിയിലൊക്കെ നമ്മുടെ അവശിഷ്ടങ്ങൾ. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മളിടുന്നതാണ്. കാരണം നമ്മളെ വീട്ടിലുണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ. പുറത്തുണ്ടാകുമ്പോൾ അത് നമ്മളെ ബാധിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല. അതുപോലെ ഒരു സിവിക് സെൻസ്, കാരണം അടിസ്ഥാനപരമായി നമുക്ക് ഒരു പൗരബോധം വേണം. അത് ശരിക്കും ഏറ്റവും കുറഞ്ഞ ജനതയാണ് മലയാളികളിൽ നിന്ന് സാമൂഹ്യശാസ്ത്രന്മാർ പറഞ്ഞത് സിവിക് സെൻസിന്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ കാണാം നമുക്ക് എന്തൊരു കഷ്ടം. ശരിക്കും നമ്മുടെ വണ്ടി മാത്രം മുന്നോട്ട് പോകണം എന്നുള്ള അടിസ്ഥാനപരമായിട്ട് സിവിക് സെൻസിന് അഭാവമാണ്. പിന്നെ അതുപോലെ ആശുപത്രികൾ, നമ്മളെ ആശുപത്രികളുടെ പ്രളയം, നമ്മൾ എവിടെയാണ് നമുക്ക് ആശുപത്രിയെ കൺട്രോൾ ചെയ്യുന്നത്? ഒരു സാമൂഹ്യ സുരക്ഷ ആശുപത്രികളുടെ കാര്യത്തിൽ നമുക്ക് ഇതുവരെ നടപ്പാക്കാനായിട്ടില്ല. ആർക്കും എന്തും ചെയ്യാവുന്ന എത്ര പൈസയും വാങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നു. അതുപോലെ നഗരവികസനം ഒരു തരത്തിലും അംഗീകരിക്കാനാവാത്ത, ഇപ്പോൾ വടകരയൊക്കെ നമുക്കറിയാം, ഒരു വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡ് മുൻഭാഗം ഫുൾ വെള്ളമാണ്, കരിമരത്തോട് മുഴുവൻ നിറഞ്ഞൊഴുകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ കേരളത്തിലുടനീളം നടക്കുകയും നമ്മളെ രോഗാതുരത വർദ്ധിക്കാനുള്ള കാരണങ്ങളായി തീരുകയും ചെയ്യും. ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഡോക്ടർ ലാലിനോട് അപേക്ഷിക്കുകയാണ്. വീണ്ടും ഒരു വിഷയം ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഡോക്ടർമാരെല്ലാം കൂടെ എന്ന് പറയുന്നത് എല്ലാവർക്കും കൂടെ മുഴുവൻ അസുഖമാണ്, എല്ലാം ഉടനെ തട്ടിപ്പോകുന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. ഒരു ശാസ്ത്രീയമായിട്ടൊരു ഈ സ്ഥിതിയുടെ വിശകലനം നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. നമുക്ക് ഈ കേരളമാണ് നമ്പർ 1, ഇനി പ്രശ്നമൊന്നുമില്ല എന്നതിനോട് യോജിക്കാൻ കഴിയില്ല. എന്നാൽ കേരളം മുഴുവൻ പ്രശ്നമാണെന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയും. രണ്ടിൻ്റെ ഇടയിൽ എവിടെയാണ് സത്യം? അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ രോഗാണുക്കൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ കേട്ടിട്ടില്ലാത്ത HIV രോഗാണു വന്നു. ഇപ്പോഴും 1000 പേരിൽ 2 പേർക്ക് HIV ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. ഇതുവരെ മരുന്നൊന്നും കണ്ടുപിടിച്ചിട്ടുമില്ല. പൂർണ്ണമായി ചികിത്സ മാറ്റാവുന്ന രോഗാവസ്ഥ കുറയ്ക്കാനേ പറ്റുള്ളൂ. വാക്സിനേഷനും ഇല്ല. അപ്പോൾ അത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലാത്ത രോഗങ്ങൾ, നിപ്പ രോഗങ്ങൾ പോലുള്ളതൊക്കെ വരുന്നുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. രോഗാണുക്കൾ വന്നുകൊണ്ട്, രോഗാണുക്കൾ നമ്മളെക്കാൾ അതിനകത്ത് അതിജീവനത്തിന് നമ്മളെക്കാൾ സമർത്ഥരാണ്. പിന്നെ എൻവയോൺമെൻറ്റ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും എൻവയോൺമെൻറ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മളത് ഒരു ജില്ലയിലോ സംസ്ഥാനത്തോ ഒരു രാജ്യത്തോ പിടിച്ചു നിർത്താൻ പറ്റുന്നല്ല. മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് എൻവയോൺമെൻറ്റ് ചേഞ്ചസ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എങ്ങനെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം അത് പറയുമ്പോഴും കേരളത്തിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം, പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസമാണ് നമുക്ക് മെച്ചപ്പെട്ട ഒരു സംസ്ഥാനമായിട്ട് ആരോഗ്യരംഗത്ത് മുന്നോട്ട് പോകാനുള്ളൊരു വലിയൊരു കാരണം. ഞാൻ ബോംബെയിലെ സ്ലമ്മിൽ ഈ നമ്മുടെ ചേരി പ്രദേശങ്ങൾ കണ്ടിട്ടുണ്ട് HIV വർക്കിൻ്റെ ഭാഗമായിട്ടൊക്കെ. നമ്മൾ ഈ സ്ലം ഡോഗ് മില്യണർ സിനിമയിൽ കാണിക്കുന്നതിനേക്കാൾ അതിൽ സത്യം പറഞ്ഞ ഒന്നും കാണിച്ചിട്ടില്ല. മോശമാണ് അവിടുത്തെ യാഥാർത്ഥ്യം. കുട്ടികൾ ഈ മലമൊഴുകുന്ന തോടുകളിൽ നിന്നാണ് കുഞ്ഞുങ്ങൾ കളിക്കുന്നത്. ഒരു വയസ്സൂടെ ഒരു ഭക്ഷണം കഴിക്കും, താഴെ ഇതിൽ വീണ്ടും അതെടുത്ത് കഴിക്കുകയും ചെയ്യും കുഞ്ഞുങ്ങൾ. അത് നമ്മുടെ ഇവിടെ ഇപ്പോഴും എൻ്റെ ചെറുപ്പത്തിൽ 10-50 കൊല്ലം മുമ്പ് പോലും, അല്ലെങ്കിൽ എനിക്ക് ഓർമ്മ ഉള്ളപ്പോൾ ബിസ്ക്കറ്റിൻ്റെ ഒരു കഷ്ണം താഴെ വീണ ജനലിൽ കൂടെ അമ്മ കളയുകയാണ്, അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിൽ പോവുകയാണ്. ഇത് അമ്മമാരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീ വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ടും നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നുകൊണ്ടും അതിനകത്ത് ക്രിസ്ത്യൻ മിഷണറീസ് ഉൾപ്പെടെയുള്ള അവരുടെ നഴ്സിംഗ് സ്കൂളുകൾ തുടങ്ങിക്കൊണ്ടൊക്കെയാണ് ഒരുപാട് കാര്യത്തിൽ നമ്മൾ മെച്ചപ്പെട്ടിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രകൃതിയാലുള്ള കാര്യങ്ങളും. പക്ഷേ ഈ നമ്പർ 1 എന്ന് പറഞ്ഞ ആഘോഷം മാത്രമാക്കുന്നതിൻ്റെ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ലോകാരോഗ്യ സംഘടനയിലും രാജ്യങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്ന പ്രസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ എന്ന് പറഞ്ഞാൽ ബീഹാർ അവിടെ ഇവിടെയൊക്കെ അവിടെ സഹായിച്ചാൽ മതി.
ആലോചിച്ച് നോക്കണം. ബീഹാറും യു പിയിൽ അവിടെയൊക്കെയാണ് പ്രശ്നം. ഇന്ത്യയിൽ കേരളം എല്ലാത്തിൽ നമ്പർ 1, അവിടെ സഹായം വേണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മുടെ വീട്ടിൽ 90% വാങ്ങിക്കുന്ന ഒരു കുട്ടിയുണ്ട്, 50% വാങ്ങിക്കുന്ന കുട്ടിയുണ്ട്. ഈ 50% വാങ്ങിക്കുന്നതിന് ഒരു നല്ല ഭേദപ്പെട്ട കോച്ചിങ് വേണം. അതിൻ്റെ അർത്ഥം 90%-കാരന് വേണ്ടെന്നല്ല. അപ്പോൾ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കേരളം ആരോഗ്യരംഗത്ത് എല്ലാം നമ്പർ 1 ഇവിടെ ഒന്ന് നേടാമെന്ന് പറയുമ്പോൾ കേന്ദ്ര സഹായമായാലും മറ്റ് ഡോണർ സഹായമായാലും നമ്മൾ കേരളം പലപ്പോഴും അവഗണിക്കപ്പെട്ടു പോകും. രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞു, കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ നമ്മളൊരു കുട്ടിയുടെ കാര്യം പറഞ്ഞു, അവൻ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ്റാണ്. അതിൻ്റെ അർത്ഥം അവൻ കണക്കിൽ, ഇംഗ്ലീഷ്, സകലയിലും അവൻ ഫസ്റ്റ് എന്നും സ്പോർട്സിൽ അങ്ങനെയല്ല. ഇതിനകത്ത് പലതിലും ഓവറോൾ എടുക്കുമ്പോൾ മെച്ചമാണ്. ഇപ്പോൾ കേരളത്തിന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഒരു സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ അവൻ ഓട്ടത്തിൽ മുന്നിലായിരിക്കും, അല്ല ചിലപ്പോൾ നടക്കാൻ പോലും നേരെ അറിയാത്തവനായിരിക്കും, പഠിത്തം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ പ്രശ്നം ആരോഗ്യരംഗത്തുമുണ്ട്. കേരളം ആയുർദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ നാൾ മനുഷ്യർ ജീവിച്ചിരിക്കുന്നു. സ്ത്രീകളുടേത് അമേരിക്കയ്ക്ക് തുല്യമാണ്, 79 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് ശരാശരി. അപ്പോൾ 80-ലും 90-ലാണ് സ്ത്രീകൾ മരിക്കുന്നത്, പുരുഷന്മാരും അത് തന്നെ. അപ്പോൾ ആയുർദൈർഘ്യം, മാതൃമരണം കേരളത്തിൽ കുറവാണ്. പ്രസവത്തിൽ അമ്മമാർ മരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വളരെ കുറവാണ്. കുട്ടികൾ മരിക്കുന്നത് ഇതൊക്കെ കുറവാണ്. അപ്പോൾ ഇതുകൊണ്ട് കേരളം എല്ലാത്തിലും നമ്പർ 1 എന്നല്ല. നമ്മൾ ഏറ്റവും മോശം സ്ഥിതിയുള്ള കാര്യങ്ങളുണ്ട്. റോഡ് അപകടം, ഇന്നലെ 4-5 മരണം കേട്ടു. ഒരു വർഷം 4,500 പേരാണ് റോഡ് അപകടങ്ങളിലൂടെ മരിക്കുന്നത്. അക്കാര്യത്തിൽ എണ്ണം നോക്കുമ്പോൾ മഹാരാഷ്ട്രയും തമിഴ്നാടും കഴിഞ്ഞാൽ 3-ാം സ്ഥാനം നമുക്കാണ്. ആ 3-ാം സ്ഥാനം നമുക്ക് വേണ്ടാത്ത സ്ഥാനമാണ്. കാരണം നമ്മളെക്കാൾ എത്രയോ ഇരട്ടി ജനസംഖ്യയാണ് ഈ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ വിദ്യാഭ്യാസമൊക്കെ നമ്മുടെ ഡ്രൈവിങ്ങിൽ അങ്ങ് തീരുകയാണ്. ഒരു വർഷം 4,000, ഒരു വർഷം ദിവസം 10-ലധികം പേര് റോഡ് അപകടത്തിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കണം. അപ്പോൾ അതൊരു പ്രശ്നമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൂടുതലായിരിക്കും, പക്ഷേ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആത്മഹത്യയും കേരളത്തിൽ കൂടുതലാണ്. റീസൺസ് ഉണ്ടാകാൻ നമ്മളിപ്പോഴും അതിനകത്ത് പഠനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രമേഹ രോഗത്തിന് കേരളത്തിന് ഇന്ത്യയുടെ തലസ്ഥാനം എന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുടെ ശതമാനം കേരളത്തിൽ. അപ്പോൾ ഇത്തരം ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ കേരളം നമ്പർ 1 ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ഇടയിൽ പോലും ഇനിയെല്ലാം ശരിയായെന്നൊരു ധാരണ വരും. അങ്ങനല്ല. ഞാൻ പറഞ്ഞു, രോഗാണുക്കൾ മാറിക്കൊണ്ടിരിക്കും, അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കും. നമ്മളനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അവിടെയാണ് ഈ ജീവിതശൈലി രോഗങ്ങൾ. ജീവിച്ചിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്, ആർക്കും മരിച്ചു പോകാൻ ആഗ്രഹമില്ല, അപൂർവമായിട്ട് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളില്ലാത്തവർക്ക് ഉള്ളവർക്ക് ഒഴികെ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ രോഗങ്ങൾ വരും. അപ്പോൾ ആ രോഗങ്ങളെങ്ങനെ ഒഴിവാക്കാം, തടയാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധ വേണം. പിന്നെ പുതിയ സാംക്രമിക രോഗങ്ങളെപ്പറ്റി നമ്മൾക്ക് അവബോധം വേണം. അടുത്ത കാലത്തൊരു വളരെ സീനിയർ രാഷ്ട്രീയ നേതാവ് എന്നോട് ചോദിക്കുകയുണ്ടായി, ഡോക്ടറെ, ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൊതുവല ഉപയോഗിക്കുന്നു, ഡ്രൈവറിനുൾപ്പെടെ കൊതുവലയുണ്ട്, പക്ഷേ അയാൾക്ക് ഡെങ്കിപ്പനി വന്നു എന്ന് പറഞ്ഞു. നമുക്ക് എത്ര പേർക്കറിയാം? നമ്മൾ ഈ കൊതുവല ഉപയോഗിക്കുന്നതിനാണ് സത്യം പറഞ്ഞത് മലമ്പനി ഉപയോഗിക്കും. രാത്രി കടിക്കുന്ന കൊതുകുകൾക്കാണ് കൊതുവല ഉപയോഗമുള്ളത്. ഡെങ്കിയുടെ പനി ഉണ്ടാക്കുന്ന കൊതു പകലാണ് കടിക്കുന്നത്. നമ്മുടെ വീട്ടിനകത്ത് പകലാണ് കടിക്കുന്നത്. പകൽ നമ്മൾ ആരെങ്കിലും കൊതുവലയ്ക്കകത്ത് ഇരിക്കുമോ, അല്ലെങ്കിൽ കൊതുവലിട്ട് നടക്കാൻ പറ്റുമോ? അപ്പോൾ ഇത്തരം കൊച്ചു കൊച്ചു വിഷയങ്ങളുണ്ട്. ഇത് നമുക്കാർക്കും അറിയില്ല, ഇത് പലർക്കും അറിയില്ല. അപ്പോൾ പുതിയ വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ വരുന്ന രീതിയിൽ പഠനങ്ങൾ ആവശ്യമാണ്. സർക്കാരുകൾ ആ രീതിയിൽ പ്രചരണങ്ങൾ മാറ്റേണ്ടതാണ്. പണ്ട് HIV വന്നപ്പോൾ എല്ലാം വിചാരിച്ച ആദ്യം പറഞ്ഞ അമേരിക്കക്കാരുടെ രോഗമാണ്, പിന്നെ ബോംബെക്കാരുടെ രോഗമായി, പിന്നെ ബോംബെ വഴി പോകണവൻ രോഗമായി. അത് പറഞ്ഞു വന്നപ്പോൾ കേരളത്തിൽ നമുക്കിവിടെ ആയിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ചില കാര്യത്തിൽ നമ്മൾ വളരെ ഇത്തരം തർക്കങ്ങൾക്ക് മാറ്റി നിർത്തിയിട്ട് ചർച്ചകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റുകളുടെ പ്രശ്നമാണ് ഞങ്ങൾ എപ്പോഴും നമ്പർ 1 ആണെന്ന് പറയേണ്ടത്. അത് അവിടെയും തെറ്റിപ്പോകുന്നു. അപ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് പോലും ചില പ്രകടനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വ്യത്യാസമല്ല പറയുന്നത്. ആരോഗ്യമന്ത്രി ഈ മൂക്കിൽ മാസ്ക് ഇട്ട് ICU യൂണിറ്റ് കയറുന്നതാണ് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി എന്നൊരു ധാരണ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം ജാടകൾ പാടില്ല ആരോഗ്യരംഗത്ത്. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഒരു മന്ത്രിയും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ കാഷ്വാലിറ്റി ഇടിച്ചു കയറുക, നിപ്പ വന്നവനെ കാണിട്ട് മാസ്ക് ഇട്ട് നല്ല മന്ത്രി. അങ്ങനെ നല്ല മന്ത്രിയാണ്. മന്ത്രി ഭരണമാണ് വേണ്ടത്. മന്ത്രി ആ ജില്ലയിലുണ്ടായിരുന്നാൽ മതി, അല്ലെങ്കിൽ സംസ്ഥാനം നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ചികിത്സ നടത്തേണ്ട ഡോക്ടർമാരും നഴ്സുമാരുമാണ്, അതിന് പരിശീലിക്കപ്പെട്ടവരാണ്. മന്ത്രി ഇനിയിപ്പോൾ പിടിച്ചാൽ അവർക്ക് അപകടം പറ്റി നമുക്ക് നഷ്ടമാണ് ഒരു മന്ത്രി നഷ്ടപ്പെട്ടു പോകുന്നത്, അല്ല അവരിറങ്ങി അവരുടെ കൂടെ വന്നവർക്ക്. അപ്പോൾ ഇത്തരത്തിൽ പ്രകടനാത്മകതയിലേക്കാണ് ആരോഗ്യരംഗത്തെ നോക്കുന്നത്. ആരോഗ്യരംഗത്ത് സിസ്റ്റം ഞാൻ ഈ ഒരു കാര്യം കൂടെ പറയാം. നമുക്കിപ്പോഴും പലപ്പോഴും കോവിഡ് കാലത്തൊക്കെ ഒരുപാട് തർക്കിക്കുമായിരുന്നു. എന്തായിരുന്നു ഇവിടെ പറഞ്ഞത്? സ്വകാര്യ ആശുപത്രികൾ കോവിഡ് നോക്കാൻ പാടില്ല, കോവിഡ് രോഗി റിപ്പോർട്ട് കഴിഞ്ഞാൽ ആശുപത്രി അടപ്പിക്കുമെന്ന്. എന്തൊരു അബദ്ധമാണ്.
കേരളത്തിൽ 70% പേരും പോണത് സ്വകാര്യ ആശുപത്രികളിലാണ്. നല്ലത് ചീത്ത എന്നുള്ള മറുവശം. ഇവിടെ ഓട്ടോറിക്ഷ ടാക്സ് നിരോധിച്ചാൽ എങ്ങനെ ഇരിക്കും? KSRTC പ്രൈവറ്റ് ബസ്സും. KSRTCക്ക് ജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങൾ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാൻ പറ്റാത്തടത്താണ് പ്രൈവറ്റ് സെക്ടർ നമ്മൾ സഹായിക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് സ്വകാര്യ ആശുപത്രികൾ നല്ലോ ചീത്ത ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെയും കൂടെ ഉപയോഗിച്ചിട്ട് പല രാജ്യങ്ങളിലും അങ്ങനെയാണ്. അവരും സർക്കാർ പറഞ്ഞു കേൾക്കണം. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ ആ സമയത്ത് തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചുറ്റും 5-6 CT സ്കാനുണ്ട്, മെഡിക്കൽ കോളേജിലും ഉണ്ട്. എന്തിനാണിത്? ഇത്രയും CT സ്കാനറുകളുള്ള ഒരു സിറ്റി ഞാൻ കണ്ടിട്ടില്ല ലോകത്തിനടുത്ത്. ഗവൺമെൻറ്റിനെ കേടായി പോവുകയാണെങ്കിൽ പിന്നെ അടുത്തത് മന്ത്രി എടുത്ത് പറഞ്ഞ് അടുത്ത വാങ്ങിപ്പിക്കുകയാണ്. ഇവിടെ പാരസെറ്റമോൾ പനിക്കുള്ള ഗുളി കാണുമല്ലോ, CT സ്കാനർ പുതിയത് വന്ന് മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പോകും. എന്തിനാണ്? സ്വകാര്യ ബസ് ഉപയോഗിക്കുന്ന പോലെ സ്വകാര്യ സ്ഥാപനത്തോട് പറയണം CT സ്കാൻ ഞങ്ങളുടെ റേറ്റിൽ നീ ചെയ്യണം, അല്ലെങ്കിൽ നീ നടത്തണ്ടെന്ന് പറയണം. അപ്പോൾ സ്വകാര്യ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഉപയോഗിക്കുന്നത്. ഗവൺമെൻറ് മത്സരിക്കുകയാണ് പലയിടത്തും. ഇല്ലാത്ത സാധനങ്ങൾ ഈ മന്ത്രിമാരുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും പുതിയ സാധനങ്ങൾ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നാമത് ആരോഗ്യ മേഖലയിൽ എത്ര നീക്കി വയ്ക്കുന്നതനുസരിച്ചാണ് ആരോഗ്യം മെച്ചപ്പെടുന്നത്. ഡോക്ടർ അൽത്താഫ് പറഞ്ഞു, ഏറ്റവും കൂടുതൽ സ്വന്തം പോക്കറ്റിന് ആരോഗ്യം ചിലവാക്കുന്ന സംസ്ഥാനമാണ്. എന്നിട്ട് ഗവൺമെൻറ്റാണ് ഞങ്ങൾ ഏറ്റവും മെച്ചത്. ഏത് ഗവൺമെൻറ് ആയാലും ഞങ്ങൾ കാരണം 70% കാരണം അവൻ്റെ പൈസ കൊടുത്ത് പ്രൈവറ്റ് ചികിത്സിക്കുകയാണ്. അമേരിക്ക 16% ഒരു GDPയുടെ ആരോഗ്യരംഗത്ത് മുതൽ മുടക്കും. നമ്മൾ 2%. മുടക്കുന്നിടത്ത് അതിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഒരു റൗണ്ട് കൂടെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ട് പോകാനല്ല ശ്രമിക്കുന്നത്. ചില പുതിയ പ്രശ്നങ്ങൾ, ചില യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് വയ്ക്കാനുള്ള ശ്രമമാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ലാൽ. നെക്സ്റ്റ് നമ്മുടെ ഡോക്ടർ അൽത്താഫ് നമ്മുടെ ഈ ഹെൽത്ത് ആരോഗ്യ രംഗത്തുണ്ടാകുന്ന തിരിച്ചടികളെക്കുറിച്ച്, അതിൻ്റെ കാരണത്തെക്കുറിച്ച് സംസാരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ആ ഒരു കുറച്ചൊന്ന് മയപ്പെടുത്താൻ വേണ്ടിയായിരിക്കും ഡോക്ടർ ലാൽ ഇങ്ങനെ ഒന്ന്, കാരണം എല്ലാവരും പേടിക്കേണ്ട എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അങ്ങനെ തീരെ ലാഘവത്തോടെ എടുക്കാനും പാടില്ല. അതായത് ഞാനൊരു സ്റ്റോറി പറയാം. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ എനിക്കൊരു ഫോൺ കോൾ, എൻ്റെ ഒരു സുഹൃത്ത്, വളരെ സീനിയറായിട്ടുള്ളൊരു മാധ്യമപ്രവർത്തകൻ, ഒരു ദിവസം രാത്രി ആദ്യം വിളിച്ചപ്പോൾ കിട്ടിയില്ല. കുറേ സമയം കഴിഞ്ഞ് 2-3 മണി, ഞാൻ യാത്രയായിരുന്നു, 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ച് വിളിച്ചപ്പം പറഞ്ഞു പുള്ളിക്ക് നല്ല തലവേദനയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വിളിച്ചത്, ഇപ്പം ഡോളോ കഴിച്ച് കുറച്ച് കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 47-48 വയസ്സേ വരുള്ളൂ. നിങ്ങളിൽ പലർക്കും അറിയാവുന്ന ആളുമായിരിക്കാം, ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയുന്നില്ല. എന്തായാലും ശരി, ഞാൻ പറഞ്ഞു അപ്പം എന്തായാലും തൽക്കാലം കുറഞ്ഞു, പക്ഷേ എന്തായാലും BP ഒന്ന് ചെക്ക് ചെയ്തേക്കണം എന്ന് പറഞ്ഞു. നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഒന്ന് പരിശോധിക്കണം പറഞ്ഞു. തീർച്ചയായും ഞാൻ നാളെ നോക്കാം, നാളെ ഇപ്പം രാത്രി ഡ്യൂട്ടി ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് നാളെ നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങളൊരു 2-3 മാസം അങ്ങനെ സംസാരിക്കാൻ വന്നില്ല. അത് കഴിഞ്ഞൊരു മാർച്ച് മാസമായപ്പം പുള്ളിയുടെ വൈഫ് ഇങ്ങനെ, ഞാൻ വിദേശത്തായിരുന്നു ആ സമയത്ത്, ഫ്രാൻറ്റിക് ആയിട്ട് ഇങ്ങനെ വിളിച്ചേക്കുന്നത്, ഒരുപാട് മിസ് കോള്. അപ്പോൾ എൻ്റെ റോമിങ്ങിൻ്റെ ഡാറ്റ ഇതും തീർന്നിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ വേറൊരു ഇതിൽ നിന്ന് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞതുപോലെ പുള്ളിയെ ഹോസ്പിറ്റലൈസ് ചെയ്തു. രാവിലെ ഇതായിരുന്നു, ഇങ്ങനെ അനങ്ങാതെ കിടന്നു. അങ്ങനെ അവസാനം എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹെമറാജിക് സ്ട്രോക്കായിരുന്നു. 48 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ. ജീവിതത്തിൽ പുള്ളി അടുത്ത കാലത്തെങ്ങും തന്നെ പുള്ളിയുടെ ബ്ലഡ് പ്രഷർ പരിശോധിച്ചിട്ടില്ലായിരുന്നു. ഞാനീ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടും പുള്ളി പരിശോധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഈ സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബ്ലഡ് പ്രഷറാണ്. അതോടൊപ്പം തന്നെ പ്രമേഹമുണ്ടെങ്കിൽ അതും ഇതിനെ ട്രിഗർ ചെയ്യും. അപ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തുക. ഇവിടെ ഇരിക്കുന്നവരിൽ എത്ര പേര് കഴിഞ്ഞൊരു 6 മാസത്തിനകത്ത് സ്വന്തം ബ്ലഡ് പ്രഷർ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട്, സ്വന്തം ബ്ലഡ് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിക്കാം. മുതിർന്നവർ 30 വയസ്സിൽ കൂടുതലുള്ളവർ നിർബന്ധമായിട്ടൊരു 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലഡ് പ്രഷർ ഒന്ന് നോക്കിയിരിക്കണം. അതുപോലെ ബ്ലഡ് ഷുഗറും 1 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം, പ്രത്യേകിച്ച് ഇന്നത്തെ സാമൂഹ്യ സാഹചര്യത്തിൽ. ഇനി ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. ഇനി മറ്റൊന്ന്, ഈ ലാഘവത്തോടെ കാണണ്ട എന്നുള്ളതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പം ഇന്നലെ വരെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള മഞ്ഞപ്പിത്തം, ഹെപ്പറ്റൈറ്റിസ് A രോഗബാധിതരുടെ എണ്ണം 27,000. കഴിഞ്ഞ വർഷം 1500 മാത്രം ഉണ്ടായിരുന്ന കേസ് ഈ വർഷം 27,000. അതിലേതാണ്ട് 100ഓളം പേര് മരണപ്പെട്ടു. എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് മരണപ്പെട്ടത്? എങ്ങനെയാണ് ഹെപ്പറ്റൈറ്റിസ് ഇത്രയും വ്യാപകമാകുന്നത്? ഹെപ്പറ്റൈറ്റിസ് പടരുന്നത് ഒരേ ഒരു കാരണം മലിനമാക്കപ്പെട്ട വെള്ളം നമ്മൾ കുടിക്കുന്നതിലൂടെയാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും മലിനമായിട്ടുള്ള ജലം, അതായത് നമ്മുടെ വിസർജ്യങ്ങൾ കലർന്ന ജലമാണ് ഉപയോഗിക്കുന്നതുള്ളതാണ്. ആകെ 16% ഈ കക്കൂസ് മാലിന്യങ്ങൾ മാത്രമേ നമുക്ക് സംസ്കരിക്കാനുള്ള ശേഷിയുള്ളൂ കേരളത്തിൽ. ഇപ്പോൾ ഈ പറഞ്ഞ മറ്റേ ചേരി പ്രദേശങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞു.
കേരളം നമ്മളിപ്പം ഓപ്പൺ ഡിഫിക്കേഷൻ ഫ്രീ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞ് വലിയ കൊട്ടിഘോഷിക്കുമ്പോഴും നമ്മുടെ ഈ പറയുന്ന ലിക്വിഡ് വേസ്റ്റിൽ 16% മാത്രമേ ട്രീറ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി മുഴുവൻ നമ്മൾ ഭൂമിയിലേക്ക് വിടുകയാണ്. ഇത് നമ്മുടെ ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തുകയാണ്. ഇതാണ് ഈ ജലജന്യ രോഗങ്ങൾ ഇത്രയും വ്യാപകമായിട്ട് പടരുന്നതിന് കാരണം. അതുപോലെ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് പറയുമ്പം ഇതിൻ്റെ പ്രതിരോധത്തിന് ഇപ്പം മരുന്ന് കഴിക്കുന്നവരിൽ 4-1 പേരുടെയേ ഉള്ളൂ പ്രമേഹവും രക്തസമ്മർദ്ദവും കൺട്രോൾഡ് ആയിട്ടുള്ളത്, നിയന്ത്രണ വിധമായിട്ടുള്ളത്. ബാക്കി 75% പേരുടെയും അൺകൺട്രോൾഡ് ആണ് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ ജീവിതശൈലി മാറ്റം വരുത്തണം. ജീവിതശൈലി എന്താണ് മാറ്റം വരുത്തേണ്ടത്? ഇപ്പം കായിക വ്യായാമം വേണം, മതിയായ രീതിയിൽ വ്യായാമം വേണം. ദിവസം 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെയെങ്കിലും നടക്കുകയോ കായിക വ്യായാമം ചെയ്യണം. അതുപോലെ ആരോഗ്യകരമായ ഭക്ഷണശീലം, അതായത് പച്ചക്കറികളുടെ ഉപയോഗം കൂട്ടുകയും ചോറിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യണം. ഒരു ഹെൽത്തി ഫുഡ് പ്ലേറ്റ്. ഈ 2 കാര്യങ്ങളും കർശനമായിട്ട് പാലിച്ചാൽ മാത്രമേ നമുക്ക് പ്രമേഹവും അതുപോലെ രക്തസമ്മർദ്ദം വരാതിരിക്കാനും വന്നവർക്ക് അത് നിയന്ത്രണം വിധേയമാക്കാനും സാധിക്കുകയുള്ളൂ. ഇനി ഒരൊറ്റ ചോദ്യം കൂടി ഞാൻ ചോദിക്കാം. ഈ വ്യായാമത്തെക്കുറിച്ച് നിങ്ങളുടെ ഡോക്ടർമാർ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്. എവിടെ പോയാണ് നിങ്ങൾ വ്യായാമം ചെയ്യുക? എവിടെ പോയാണ് നടക്കുക? 30 മിനിറ്റ് 40 മിനിറ്റ് നടക്കാനായിട്ട് എവിടെ പോകും നമ്മൾ? നമുക്കിപ്പം തൊട്ടടുത്ത് ഗ്രൗണ്ടുകളുണ്ടോ? എത്ര ഗ്രൗണ്ടുകളുണ്ട്? പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മൾ ഓപ്പൺ സ്പേസുകളുണ്ടോ? പിന്നെ ആകെ ആശ്രയിക്കാൻ പറ്റുന്നത് റോഡുകളാണ്. റോഡുകളിൽ കൂടി നടന്നാൽ ഒന്നുകിൽ വണ്ടി ഇടിക്കും, അല്ലെങ്കിൽ പട്ടി കടിക്കും, അല്ലെങ്കിൽ ഓടയിൽ വീഴും. ഈ 3-1 നിശ്ചയമായിട്ടും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സംഭവിച്ചിരിക്കും. ഇപ്പോൾ റോഡ് അപകടങ്ങളെ കുറിച്ച് പറഞ്ഞു. 4500 പേര് ഒരു വർഷം മരിക്കുന്ന 1500 പേർ പെഡസ്ട്രിയൻസ് ആണ്, കാൽനടക്കാർ. അതിൽ തന്നെ കൂടുതലും പ്രായവാധിക്യമുള്ള മനുഷ്യർ, ആരോഗ്യത്തിന് വേണ്ടി നടക്കുന്നവർ, അല്ലാതെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുന്നവർ. അവർക്ക് ഹെൽമെറ്റ് വെച്ചാലോ സീറ്റ് ബെൽറ്റ് ഇട്ടാലോ എയർ ബാഗ് ഉണ്ടതുകൊണ്ടോ ഒന്നും അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ക്യാമറകൾക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ആകെ രക്ഷപ്പെടുത്താൻ പറ്റുന്നത് സേഫ് ആയിട്ടുള്ള പെഡസ്ട്രിയൻ പാസേജുകളാണ്. എത്ര സ്ഥലങ്ങളിൽ റോഡുകൾ അങ്ങനെ ആ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം രോഗപ്രതിരോധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതുപോലെ ഓരോ രോഗത്തെക്കുറിച്ചും ഓരോ രോഗാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിനുള്ള പ്രതിരോധ മാർഗ്ഗങ്ങളുണ്ട്. ആ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനവും സാമൂഹിക സംവിധാനവും ഇവിടെയുള്ള പൊതു പരിസരവും എൻവയോൺമെൻറ്റ് ആ രീതിയിലേക്ക് ആരോഗ്യകരമായി ട്രാൻസ്ഫോം ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. താങ്ക് യു. നമുക്ക് സമയം തീരെയില്ല. നമ്മൾ സംഘാടകരെ അടുത്ത മീറ്റിങ്ങിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. നമുക്കിനി പരിഹാരങ്ങളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അത് ഒരു നക്ഷലിൽ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ 3 പേർക്ക് പറയേണ്ട സമയം നമുക്ക് കിട്ടുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഏകാരോഗ്യം ഏകലോകം എന്നൊരു സങ്കല്പം അത് നമുക്ക് മുന്നോട്ട് വെച്ചാൽ മാത്രമാണ് ഇനി ഭാവിയിൽ കേരളത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടുള്ള കാര്യം സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ആരോഗ്യ വിദഗ്ധരൊക്കെ ഏകകണ്ഠമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മുടെ ഒരു മനുഷ്യനും പ്രകൃതിയും സസ്യങ്ങളും പരിസ്ഥിതിയൊക്കെ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമാണ് മലയാളിക്ക് ഇനി ആരോഗ്യരംഗത്ത് എന്തെങ്കിലും മെച്ചമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് എന്ന തിരിച്ചറിവിലേക്ക് മലയാളി എത്തേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. കാരണം നമുക്ക് ഈ പണ്ട് ബഷീർ പറഞ്ഞ പോലെ, ഭൂമിയുടെ അവകാശികൾ പറഞ്ഞ പോലെ എല്ലാവരും പുഴ മുതൽ പൂമ്പാറ്റ വരെ, മനുഷ്യൻ മുതൽ ആൾക്കുരങ്ങ് വരെ എല്ലാവരും ഈ ഭൂമിയുടെ അവകാശികളാണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റേച്ചൽ കാൾസൺ പോലത്തെ ആളുകൾ സൈലന്റ് സ്പ്രിങ്ങിലൊക്കെ പറയുന്ന പോലെ എന്താണ് പരിസ്ഥിതി മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, അതിനെ ആക്രമിക്കുമ്പോൾ അതിനെ തകർക്കുമ്പോൾ എന്താണ് മനുഷ്യജീവൻ സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടി ആലോചിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ആശാൻ അത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നല്ലി നാമ ഈ സഹോദരൻ അല്ലിപ്പൂവ് എന്ന് അദ്ദേഹം മറ്റൊരു കോൺടെസ്റ്റിൽ പാടിയിട്ടുണ്ടെങ്കിലും അത് ഈ കാലത്ത് ഈ ഒരു കോൺടെസ്റ്റിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഞാൻ പിന്നെ 2 പേർ കൂടി പറയാനുള്ള ഓരോ മിനിറ്റ് ഞങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. ഈ പരിഹാരങ്ങളായിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ, ഈ നമ്മുടെ വൈദ്യശാസ്ത്ര രംഗത്ത് ധാരാളം രോഗങ്ങൾ വരുന്നു. ഇപ്പോൾ നമ്മൾ ചാന്തിപ്പുര വൈറസ് മുതൽ മെനിങ്കോ എൻകെഫലസ് അമീബിക്ക് മുതൽ നിപ്പ, കൊറോണ, അങ്ങനെ നമുക്ക് എണ്ണിയാലൊതുങ്ങാത്ത പുതിയ സൂക്കേട് വരുന്നു. ആ രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണം വളരെ ആധികാരികമായിട്ട് വേണം. മറ്റൊന്ന് നമ്മുടെ GDP, നമ്മുടെ വളരെ തുച്ഛമായ 1% താഴെയുള്ള GDP ഒരു 5-10% നിർബന്ധമായ ആരോഗ്യരംഗത്ത് ഉയർത്തണം. പിന്നെ അതുപോലെ പ്രൈവറ്റ് ആശുപത്രികളുടെ മേലെ, പ്രൈവറ്റ് സംവിധാനങ്ങളിലുള്ള ഒരു ഗവൺമെൻറ് ആയിട്ടുള്ള സാമൂഹ്യമായ ഒരു കൺട്രോൾ വളരെ ശക്തമായിട്ട് വേണം. അത് ഇൻഫെക്ഷ്യസ് ഡിസീസസിൻ്റെ കാര്യത്തിൽ, ഈ പകരുന്ന രോഗങ്ങളുടെ കാര്യത്തിൽ അതിനെക്കുറിച്ചുള്ള വിദഗ്ധന്മാരുടെ നിരന്തരമായ ചർച്ചകളും അത് പരിഹാര മാർഗ്ഗങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെടണം. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള വലിയൊരു മാറ്റം വരാൻ പോകുന്നത്, ഒരു ഡെലിറ്റീരിയസ് ആയിട്ടുള്ള ഒരു ഋണാത്മകമായ മാറ്റം വരാൻ പോകുന്നത് ഓൾഡ് ഏജിലാണ്. കാരണം 1950 കേരളത്തിൻ്റെ 25% 60 വയസ്സിന് മേലെയുള്ള ആളുകളാണെന്ന് പറയുന്നത്. അത് ലോകത്ത് തന്നെ ആദ്യമായിട്ടുള്ളൊരു സംഭവമായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേരളത്തിന് ഏൽപ്പിക്കുന്ന സാമൂഹ്യ ശാസ്ത്രപരമായ എക്കണോമിക്കലായിട്ടുള്ള അതുപോലെ മറ്റ് ആഘാതങ്ങളൊക്കെ വളരെ കാര്യമായിട്ട് പഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഓൾഡ് ഏജിനെ അഡ്രസ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ വേണം. അതുപോലെ കേരളത്തിൽ ഇതിനെക്കുറിച്ച്, അതായത് നമ്മുടെ കേരളം
അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം വളരെ ശക്തമായിട്ട് വേണം. മാലിന്യ നിർമ്മാർജ്ജനം വികേന്ദ്രീകരണം, നമ്മളെ വലിയ സെറ്റപ്പുകളല്ല, ചെറിയ ചെറിയ തുമ്പൂർ മുഴി പ്രോജക്റ്റ് പോലുള്ള ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. അതുപോലെ ആശുപത്രികളുടെ ഈ ധാരാളം മെഡിക്കൽ കോളേജ് ഉണ്ട്. കേരളത്തിൽ 33 മെഡിക്കൽ കോളേജ് ഉണ്ട്. ഞങ്ങളൊക്കെ പഠിക്കാതെ 4-5 മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ അടക്കം 6 മെഡിക്കൽ കോളേജ്, അത് 33 മെഡിക്കൽ കോളേജ് വന്നു. എന്താണ് ഈ കോളേജുകളൊക്കെ ചെയ്യുന്നത് എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ആശുപത്രികളുടെ മേലുണ്ടാകുന്ന ആക്രമണങ്ങൾ അത് നമുക്ക് കർശനമായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് തയ്യാറാണ്. അതുകൊണ്ട് ഒരു സാമൂഹ്യ ബോധത്തോടു കൂടി നമ്മൾ നിയന്ത്രിക്കാൻ തയ്യാറാണ്. അതുപോലെ ആശുപത്രികൾ സേഫ് സോണായി പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ഈ ഡ്രഗുകൾ, മരുന്നുകൾ ഏറ്റവും തുച്ഛമായ വിലയിൽ ഏറ്റവും മികച്ച മരുന്നുകൾ ലഭ്യമാക്കാൻ നമുക്ക് കഴിയും. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ നമ്മുടെ മറ്റുള്ള സാമൂഹ്യ സുരക്ഷാ സംവിധാനം കൂടി നമുക്ക് കിട്ടുന്ന മരുന്നുകൾ. അത് എല്ലാ കമ്പനികളും അങ്ങനെ ഉണ്ടാക്കാനുള്ള സംവിധാനം നമുക്ക് ഏർപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഡോക്ടർ ലാലിനോട് അതിൻ്റെ ഏറ്റവും സംക്ഷിപ്തമായി പറയാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ആകെ 2 കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ഒന്ന്, വിശദാംശങ്ങളിലേക്ക് പോകുന്നതില്ല. ഒരു കാര്യം നടപ്പാക്കണമെങ്കിൽ അതിൻ്റെ നിയമ സംഹിത അനുസരിച്ച് നടപ്പാക്കണം. കേരളത്തിലൊരു ആരോഗ്യ നയമുണ്ട്, അതും പഴയതായി കഴിഞ്ഞു. ഈ ആരോഗ്യ നയവും കേരളത്തിലെ ആരോഗ്യ നടത്തിപ്പായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്ന് പറഞ്ഞാൽ ഭരണഘടനയുണ്ട്, ഞങ്ങൾ ഇഷ്ടം പോലെ ജീവിക്കുന്നു പറയുന്ന പോലെ. അപ്പോൾ ആരോഗ്യ നയം സമഗ്രമായിട്ട് പുനരാവിഷ്കരിക്കണം. ആരോഗ്യ നയത്തിൽ പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. ഇതിപ്പോൾ മനുഷ്യർ അവരവർക്ക് രാവിലെ തോന്നുന്നതനുസരിച്ചാണ് കേരളത്തിൽ പലപ്പോഴും. രണ്ടാമത്, ജനങ്ങളോട് നമ്മളറിയേണ്ടത് ആരോഗ്യ അവകാശമാണ്, ആരും ഔദാര്യമല്ല. ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മുടെ ആരോഗ്യമാണ്, അത് സർക്കാർ, സ്റ്റേറ്റ് ബാധ്യസ്ഥമാണ് നമുക്ക് ആരോഗ്യം തന്നെ. 2 കാര്യം പറയുന്നുള്ളൂ. സമ്മറിയമായിട്ട് പറയുകയാണ്. വിശദാംശങ്ങൾ ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. താങ്ക് യു ഡോക്ടർ അൽത്താഫ്. ഞാൻ രണ്ടുപേരും പറഞ്ഞത് ആവർത്തിക്കുന്നില്ല. ഇപ്പം സംസ്ഥാനത്തിന് ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആരോഗ്യ ഗവേഷണം പ്രോത്സാഹിപ്പിക്കണം, ആരോഗ്യത്തിലേക്കുള്ള പൊതുവിഹിതം വർദ്ധിപ്പിക്കണം, ഇതെല്ലാമുണ്ട്. ആരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തണം, നിലവാരം മെച്ചപ്പെടുത്തണം, അതെല്ലാമുണ്ട്. സ്വകാര്യ മേഖലയെ കർശനമായ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കണം, അതെല്ലാം ഒരു വശത്ത്. മറുവശത്ത് വ്യക്തികൾ എന്നുള്ള നിലയ്ക്കും സമൂഹം എന്നുള്ള നിലയ്ക്കും നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് മാത്രം ഞാനൊന്ന് ഫോക്കസ് ചെയ്യാം. ഇതിലിപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30-40 മിനിറ്റെങ്കിലും എല്ലാ ദിവസവും നടക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ. വ്യായാമം, അതുപോലെ ഈ നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ ആരോഗ്യകരമായ ഒരു പരിവർത്തനം. കേരളത്തെ എന്തുകൊണ്ടാണ് ഈ പ്രമേഹത്തിൻ്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് കേരളം പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഞങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ: ഒന്ന് വ്യായാമക്കുറവും, 2 ഭക്ഷണത്തിൽ ചോറിൻ്റെയും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലും. ഇപ്പോൾ ചോറിൻ്റെ അളവ് കുറയ്ക്കുക. ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരു കുന്ന് ചോറിന് പകരം ഒരു 4-1 ചുരുക്കുക, പകരം പച്ചക്കറികളും മത്സ്യമാംസാദികളും ഒക്കെ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക. ഇപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സോ ഡയബറ്റിക് പേഷ്യൻസും അല്ലാത്ത ഫ്രൂട്ട്സും കഴിക്കുക, എല്ലാം കഴിക്കുക. ഈ രീതിയിലേക്ക് നമ്മുടെ ജീവിതശൈലി ആരോഗ്യപരമായി പരിവർത്തിപ്പിക്കുക. 2, ഈ വീടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കൊതുക് വളരാൻ സാഹചര്യമുള്ള വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. അത് ആഴ്ചതോറും വൃത്തിയാക്കുക. ഡ്രൈ ഡേ എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ടാണ്. ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള കൊതുകുജന്യ രോഗങ്ങൾ ഇല്ലാതാക്കാൻ അതാണ് വേണം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കുക. ഇതിൽ ഇപ്പം നമ്മുടെ കൺട്രോളിനപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ വീട്ടിൽ നമ്മൾ ഫിൽറ്റർ കാണും, തിളപ്പിച്ചാറ്റി കുടിക്കും. പക്ഷേ നമ്മൾ തൊട്ടടുത്തൊരു കല്യാണ പാർട്ടിക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് തരുന്നത് എവിടെ നിന്നാണ് നമുക്ക് സോഴ്സ് അറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കഴിയുന്നതും അവരുടെ കുറച്ച് നീരസമുണ്ടെങ്കിൽ പോലും ആ വെള്ളം കുടിക്കാതിരിക്കുക. കാരണം ഇപ്പോൾ ഞങ്ങൾ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഒന്നാമത്തെ നേരത്തെ തന്നെയുള്ള പഠനങ്ങളുണ്ട്. 90% കേരളത്തിലെ കിണറുകളും മാലിന്യം കലർന്നിട്ടുള്ളതാണ്. അതുപോലെ അതിൻ്റെ സ്രോതസ്സുകൾ. ഇപ്പം മലപ്പുറത്ത് മഞ്ചേരിയിൽ വെച്ച് നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് ഈവൻ ഐസ് ഫാക്ടറികൾ ഉണ്ടാക്കുന്ന ഐസ് പോലും ഇതുപോലെ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് കഴിയുന്നതും ഇതുപോലെ ഉള്ള പൊതു ഇടങ്ങളിൽ നിന്നുള്ള ഇത് ഒഴിവാക്കുക. ഇനി അഥവാ നിർബന്ധമാണെങ്കിൽ ബോട്ടിലായിട്ടുള്ള ISI മാർക്കുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉറപ്പുള്ള ശുദ്ധമാണെന്ന് ഉറപ്പുള്ള വെള്ളം മാത്രം കുടിക്കുക. അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം അല്ലെങ്കിൽ ചായ കുടിക്കുന്നതിൽ താരതമ്യേന ഭേദപ്പെട്ട ഒരു ചോയ്സ് എന്ന് പറയുന്നത് ചായ പോലുള്ള തിളപ്പിച്ച ദ്രാവകങ്ങൾ കുടിക്കുന്നതാണ് ഇതിന് മാർഗം. ഇപ്പോൾ ജലജന്യ രോഗങ്ങളും കൊതുകുജന്യ രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളും അതിനെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. താങ്ക് യു അൽത്താഫ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ സംഘാടകർ തന്ന 10 മിനിറ്റ് അതിലംഘിച്ചിരിക്കുകയാണ്. 2 ചോദ്യം. നമസ്കാരം. നിങ്ങൾ 3 പേരും ഇവിടെ പറഞ്ഞത് മനുഷ്യന് മരിക്കാൻ ഒരു കാരണം വേണം, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അത് രോഗം നിങ്ങളെ മരിക്കാൻ കാരണം എന്നാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി വേണ്ടി വ്യക്തമാക്കാം. പറഞ്ഞ വാക്കിങ്ങനെയാണ്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് മരിക്കാനൊരു കാരണം വേണ്ടേ, അതാണ് രോഗം എന്ന് പറഞ്ഞു. അത് വളരെ പൊതു സമൂഹത്തെ നിരാശപ്പെടുത്തുന്ന വാക്കാണത്. ഒന്നുകൂടി പറയാണ്ട് ശരിക്കും
ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ആരോഗ്യ പദ്ധതികളാണ്. അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആരോഗ്യ പദ്ധതികളെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, പ്രതിരോധത്തിലെ പിഴവുകളെ പറ്റിയും പറഞ്ഞിട്ടില്ല. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. ദയവേത് നമ്മൾ പറയാത്ത 10 മിനിറ്റ് അധികം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് മറുപടി വരാം. വളരെ ലഘുവായ മറുപടി. ഇവിടെ പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മുഴുവൻ പറയണമെങ്കിൽ ഒരു ദിവസം വേണ്ടി വരും. അപ്പോൾ പറയാത്ത കാര്യങ്ങൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പാടാണ്. സംശയമുള്ളതൊക്കെ ഗൂഗിളിൽ നോക്കിയാൽ കിട്ടും. രണ്ടാമത്തെ കാര്യം, ഈ ലിറ്ററൽ സെൻസിലെടുക്കുക നമ്മൾ പറയുന്നത് മനുഷ്യൻ മരിച്ചേ പറ്റുള്ളൂ. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു അയാളുടെ കാരണം എന്താണ്, മരിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ രോഗാണുക്കൾ കാരണം മരിച്ചു പോകുന്ന മനുഷ്യരുടെ എണ്ണം കുറഞ്ഞ് ജീവൻ നീണ്ടു പോകുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാറിൻ്റെ ടയർ ആയുഷ്കാലം ഓടിക്കാൻ പറ്റും. 10-40,000 കിലോമീറ്റർ മാറില്ല. അതുപോലെ മനുഷ്യൻ്റെ ശരീരത്തിലെ വേറെ ടയർ കൊണ്ട് നമ്മൾ മരിച്ചു പോകും. അത് യാഥാർത്ഥ്യം. മരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോട് തർക്കത്തിന് തയ്യാറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ വിശദാംശം ബാക്കി എല്ലാവർക്കും പൊതുവെ മനസ്സിലാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ഒരു തർക്കത്തിന് നമ്മളില്ല. നമുക്ക് അടുത്ത ഹലോ 150 ആയിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. ഹലോ ഈ സെഷൻ അവസാനിക്കുകയാണ്. ഈ സെഷനിലേക്ക് നന്ദി പറയാൻ വേണ്ടി പാർവണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. സാറേ, ഇത് വളരെ പ്രസക്തമായ ഒരു സെഷന് ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്നതാണ്. അപ്പോൾ അതിലൊരു ഇൻറ്ററാക്ഷൻ എന്നുള്ളത് ഇതിൽ അത്യാവശ്യമാണ്. അപ്പോൾ അത് ടൈം 1 മിനിറ്റ് ഇതിന് തീർച്ചയായും വിനിയോഗിക്കപ്പെടേണ്ടത് തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം സാറേ, ഇന്ന് കേരളത്തിലെ ആരോഗ്യരംഗം എല്ലാവരും വളരെ പരിഭ്രാന്തർ തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്ഥിതിയിൽ ഒരാൾ ആരോഗ്യവാനായി ജീവിക്കാൻ, അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് അയാളുടെ ജീവിതം ക്രമീകരിക്കാൻ, അയാളുടെ ജീവിതശൈലി, രോഗങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരാൾ എന്തൊക്കെ ഒരു മുൻകരുതലാണ് അയാളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടത്? അപ്പോൾ അത് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് സമ്മിശ്രമായ ഉപദേശങ്ങളാണ് വിവിധ ആരോഗ്യ മേഖലയിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ഉദാഹരണമായി സാർ ഇപ്പോൾ ഇവിടെ തിളപ്പിച്ച വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആയുർവേദം പറയുന്നു തണുത്ത പച്ചവെള്ളമാണ് കുടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതേപോലെ വെള്ളം നന്നായി കുടിക്കുന്നത് നമുക്ക് ആരോഗ്യത്തിന്, കിഡ്നി രോഗത്തിനൊക്കെ നല്ലതാണെന്ന് പറയുന്നു. മറ്റൊരു വിഭാഗം അക്യുപങ്ചർ, ഇതേപോലുള്ള ചില ഏജൻസികൾ വളരെ ഇതായിട്ട് പറയുന്നു ദാഹിക്കുമ്പോൾ മാത്രമേ വെള്ളം കുടിക്കാവൂ എന്ന് പറയുന്നു, കൂടുതൽ വെള്ളം കുടിക്കരുത് എന്ന് പറയുന്നു. പിന്നെ വ്യായാമം ഇതിൽ ഏറ്റവും നിർബന്ധമായ ഒരു കാര്യമാണ്. ഇന്ന് ഒരു വിഭാഗം, ഇപ്പൊ യോഗ ഒക്കെ എല്ലാവർക്കും അത് അത്ര പരിചിതമല്ല. പക്ഷെ ഇപ്പോ ഒരു മാക്സ്7 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യോഗ പരിശീലനം തുടങ്ങിയപ്പോൾ അത് തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് മറ്റൊരു ഏജൻസി പറയുന്നു. ഈ ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് ആളുകളുടെ ആരോഗ്യ രംഗത്ത് ശ്രദ്ധിക്കേണ്ടത്? സംഘാടകരുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ ഇതിന് ഉത്തരം പറയുന്നില്ല. ഇത് അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞുകൊള്ളാം. താങ്ക് യു. നന്ദി പറഞ്ഞ പാർവണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞങ്ങളെല്ലാവരും ഫോണിലും ഇമെയിലിലും വാട്സാപ്പിലും ഒക്കെ മറുപടി തരുന്നവരാണ്. സംഘാടകർ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാവുന്നതാണ്. ഫോണിൽ വിളിച്ചാലും മതി. കേരളം ഗുരുതരമായ നവരോഗങ്ങളുടെ ഷോറൂം ആവുകയാണോ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ച ഡോക്ടർ SS ലാൽ, അതുപോലെ ഡോക്ടർ അൽതാഫ്, ഡോക്ടർ മുരളീധരൻ എന്നിവർക്കും സ്വാഗതം പറഞ്ഞ രമേശ് നച്ചാടിനും കടത്തനാട് ലിറ്ററേച്ചർ കമ്മിറ്റിയുടെ പേരിലും അതുപോലെ എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു.